ഹലോ ഓൾ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. അപ്പോൾ ഈ ഒരു സംഭവം കാണുമ്പോൾ കുറച്ച് ആൾക്കാരെങ്കിലും ചോദിക്കുന്നുണ്ട് എന്തായിരിക്കും ഈ വീഡിയോയെ പറ്റി. ഓൾറെഡി നമ്മളൊരു സർപ്രൈസ് പോലെയാണ് നിങ്ങൾക്ക് തംബ്നെയിലിൽ തന്നിട്ടുള്ളത്. എന്താണ് നിങ്ങൾ ആഗ്രഹിച്ച വീഡിയോ എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ എന്താണ് നിങ്ങൾ ആഗ്രഹിച്ചത് എന്നുള്ളത് നിങ്ങളിതാ കാണാനായിട്ട് പോകുന്നു. ഇതാ നോക്കൂ. ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ കാണാവുന്നത് നമ്മുടെ CPO ഏറ്റവും പുതിയ CPOയുടെ സിലബസ് ആണ്. പറയാൻ വന്നത് ഇത്രയേ ഉള്ളൂ. CPOയ്ക്ക് എങ്ങനെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഏതൊക്കെ വിഷയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് പഠിക്കാം എന്നുള്ള ഒരു വീഡിയോയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഞാൻ ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എടുത്തിട്ട് എൻ്റെ പേഴ്സണലായിട്ട് ഞാൻ തന്നെ എന്താണോ എനിക്ക് ഒരു പരീക്ഷ ക്രാക്ക് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്ത രീതിയിൽ ഞാൻ ആദ്യം പഠിച്ചു തീർത്ത വിഷയങ്ങൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഏതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുത്തതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളോട് പേഴ്സണലിയും അല്ലാതെയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സംഭവം വേറൊന്നുമല്ല, നമ്മുടെ CPO പരീക്ഷ 2025 ഒരു CPO പരീക്ഷ വരാനായിട്ട് പോകുന്നുണ്ട്. എല്ലാവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പാഷനേറ്റ് ആയിട്ട് കാക്കി ഇട്ടേ അടങ്ങൂ എന്നുള്ള ആ ഒരു ഉറച്ച ലക്ഷ്യത്തോടെ ഇരിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കളെ എനിക്കറിയാം. ഒരുപാട് പെൺകുട്ടികളും അതിൽ പെടുന്നു. അപ്പം നിങ്ങളോടൊക്കെ ആയിട്ടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. മറ്റൊന്നുമല്ല, നമ്മളിതാ ഇപ്പം നിങ്ങൾക്ക് കാണാവുന്ന പോലെ CPOയുടെ സിലബസ് ഉണ്ട്. ആ സിലബസ് നോക്കിക്കൊണ്ട് ഏതൊക്കെ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠിക്കാം എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ പഠന രീതികൾ, അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ. നമ്മളിപ്പോൾ ഓൾറെഡി CPOയ്ക്കുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെ 50 ടോപ്പിക്സ് ആദ്യം പഠിച്ചു തീർക്കേണ്ട ടോപ്പിക്ക് 2 പാർട്ടായിട്ട്. അത് ഒരുപാട് ആൾക്കാർ കണ്ടു. ഒരുപാട് ആൾക്കാർ നമുക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു, അത് എങ്ങനെയാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ മാറ്റുക എന്നൊരു ഉദ്ദേശം കൂടി എന്തുണ്ട് നമ്മുടെ ഈ വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾ ഈ കാണുന്നതാണ് CPOയുടെ സിലബസ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിനകത്ത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് കാണാം. നമുക്ക് ഹിസ്റ്ററി 5 മാർക്കിനുണ്ട്, ജോഗ്രഫി 5 മാർക്കിനുണ്ട്, പിന്നെ എക്കണോമിക്സ് 5 മാർക്കുണ്ട്. അപ്പോൾ ഈ 5 മാർക്കുള്ള 3 സാധനങ്ങൾ നമുക്ക് ഏകദേശം ഒരേ കാറ്റഗറിയിൽ എന്ത് ചെയ്യാം, ഒരേ കാറ്റഗറിയിൽ പെടുത്താം. മൂന്നെണ്ണം ഏകദേശം 15 മാർക്കിന്. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുമ്പം ഹിസ്റ്ററിയും ജോഗ്രഫിയും അന്ന് അത്യാവശ്യം നല്ല വാസ്റ്റാണ്. എങ്ങനെയാണ്, കേരളം പഠിക്കണം, പിന്നെ ഇന്ത്യ പഠിക്കണം, വേൾഡ് പഠിക്കണം. അത് കേരള ഹിസ്റ്ററി, പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററിയും പഠിക്കണം. കേരള ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി, വേൾഡ് ജോഗ്രഫിയും പഠിക്കണം. പക്ഷേ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ താരതമ്യേന ചെറിയൊരു സിലബസ് ആണ് നമുക്ക് 5 മാർക്കിനുള്ളത്. അപ്പോൾ നമുക്ക് പ്രയോറിറ്റി ചെക്ക് നമുക്ക് അതിലോട്ട് വരാം. പക്ഷേ ഈ ഒരു സംഭവം നമുക്ക് 5 മാർക്ക് ക്ലബ്ബ്, 5 മാർക്ക് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് മാറ്റാം. ഇതിനെ നമുക്ക് 5 മാർക്ക് ക്ലബ്ബ് എന്ന് വിളിക്കാം. ഏത്? ഈ പറഞ്ഞ 3 സാധനങ്ങൾ ഏതൊക്കെയാണ്? ഹിസ്റ്ററി 5 മാർക്കുണ്ട്, ജോഗ്രഫി 5 മാർക്കുണ്ട്, എക്കണോമിക്സ് 5 മാർക്ക്. അപ്പോൾ ഈ 3 സാധനത്തിന് നമുക്ക് 5 മാർക്ക് ക്ലബ്ബ് എന്ന് പറഞ്ഞ് വിളിച്ച് അവിടെ നിർത്തിയിരിക്കാം. പിന്നെ ഇത് കണ്ടോ, ഇന്ത്യൻ ഭരണഘടനയുമുണ്ട്, പിന്നെ കേരളം ഭരണ സംവിധാനമുണ്ട്. ഏകദേശം, മുഴുവൻ എന്ന് പറയുന്നില്ല, ഏകദേശം ഒരേ സ്വഭാവം പുലർത്തുന്ന 2 വിഷയങ്ങളാണ് ഇന്ത്യൻ ഭരണഘടനയും പിന്നെ ഈ പറഞ്ഞ നമ്മുടെ കേരളം ഭരണ സംവിധാനവും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് 2 ചേർത്ത് അങ്ങ് നിർത്താം. അപ്പോൾ ഇതാ 2 കാറ്റഗറിയുടെ 5 മാർക്ക് ക്ലബ്ബ് പോയി, 8, 3, 11 ഒരു സാധനമായി. പിന്നെ നമുക്കിവിടെ ബയോളജി വരുന്നുണ്ട് 4 മാർക്കിന്. ബയോളജി നമുക്കത് സംസാരിക്കാം. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും താരതമ്യേന ഫിസിക്സ് എന്ന് പറയുന്നത് കുറച്ച് വലിയ സിലബസ് ആണ്, അത്രയും പഠിക്കണം. പക്ഷേ കെമിസ്ട്രി കാണുമ്പോൾ ചെറുതെങ്കിലും ഉള്ളിൽ ഒരുപാട് സാധനങ്ങൾ പഠിക്കാനുള്ളതാണ്, അത് നമുക്ക് പറയാം. പിന്നെ കലാകായികം അത്യാവശ്യം വലിയ വാസ്റ്റായിട്ടൊരു സാധനമാണ്, ഒരുപാട് പഠിക്കാനുണ്ട്, ഇൻക്ലൂഡിങ് കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിരിക്കും അതിൽ വരുന്നത്. അപ്പോൾ അതിനൊരു 4 മാർക്കുണ്ട്, അവിടെ നിൽക്കട്ടെ. ആനുകാലിക വിഷയങ്ങൾ വിശദമായി സംസാരിക്കാം. പിന്നെ നമുക്ക് ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, പിന്നെ നമ്മുടെ ഏറ്റവും പുതിയ സ്പെഷ്യൽ ടോപ്പിക്സ്. ഇത്രയുമാണ് നമ്മുടെ CPOയുടെ സിലബസ് 100 മാർക്കിന് വരുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം എന്ത് ചെയ്യാന്നറിയാമോ? ആദ്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ജസ്റ്റ് നമുക്ക് എന്താണ് ആദ്യം ഏത് പഠിച്ചു തീർക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ഈ 5 മാർക്ക് ക്ലബിൽ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് എക്കണോമിക്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞുതരാം, കാരണം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ നമ്മുടെ എക്കണോമിക്സിൻ്റെ സിലബസ് നിങ്ങളുടെ മുമ്പിൽ തന്നെ പെട്ടിട്ടുണ്ട്. ഈ എക്കണോമിക്സിന് 5 മാർക്ക് ക്ലബിൽ ആദ്യം പഠിച്ചു തീർക്കേണ്ട സാധനമാണ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ. കാരണം നോക്കൂ, ഇന്ത്യ സാമ്പത്തിക രംഗം, പിന്നെ പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ്, പിന്നെ ന്യൂ എക്കണോമിക് റിഫോംസ്, പിന്നെ ഈ പറഞ്ഞ പോലെ ധനകാര്യ സ്ഥാപനങ്ങൾ, കാർഷിക വിളകൾ, ധാതുക്കൾ, പിന്നെ ഹരിത വിപ്ലവം. ഇത്രയും മാത്രം പഠിച്ചാൽ മതി. ഏകദേശം ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഇതിന് നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ
2022 മുതൽ, കാരണം 2021 ഞാൻ പറയുന്നില്ല, കാരണം എന്തെന്ന് പറഞ്ഞാൽ 2021 +2 ലെവലിന്റെ പ്രിലിംസ് മാത്രമേ നടന്നിട്ടുള്ളൂ. 2022 മാർച്ചിലാണ് ആദ്യത്തെ ഒരു +2 ലെവൽ മെയിൻസ് CPOയുടെ പരീക്ഷ നടക്കുന്നത്. ആ 2022 മുതൽ 2024 വരെ ഫോഴ്സ് ലെവൽ പരീക്ഷകളിൽ എങ്ങനെയാണ് എക്കണോമിക്സ് ചോദിച്ചിരിക്കുന്നത് എന്നുള്ള ട്രെൻഡ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ആ ട്രെൻഡ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഫോക്കസ് ഏരിയാസ് കിട്ടും. ഏതൊക്കെ മേഖലയാണ് ഇപ്പം ഞാനൊന്ന് കണക്കുകൂട്ടി നോക്കുമ്പം നീതി ആയോഗിൽ നിന്ന് ചോദ്യങ്ങൾ നിരന്തരമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഹരിത വിപ്ലവത്തിൽ നിന്ന് ആദ്യമായിട്ട് ചോദ്യം വന്ന എക്സൈസിന്റെ പരീക്ഷയ്ക്കാണ്. 2022 എക്സൈസിന്റെ പരീക്ഷയ്ക്കാണ് മാറിയ സിലബസിൽ നിന്ന് ഹരിത വിപ്ലവത്തിൽ നിന്ന് ചോദ്യം വന്ന കാലഘട്ടത്തിനെ സംബന്ധിച്ചൊരു ചോദ്യമായിരുന്നു. അപ്പം നമ്മൾ ഹരിത വിപ്ലവം പഠിക്കുമ്പോൾ എന്താണ് അതിൻ്റെ കാലഘട്ടം പഠിക്കണം, അത് എന്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണം. പിന്നെ അതാ നമുക്ക് നോക്കുമ്പോൾ പഞ്ചവത്സര പദ്ധതികൾ, നിങ്ങൾക്കറിയാം 5ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറഞ്ഞാൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടൊരു സാധനമാണ്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ എന്ത് ചെയ്യുക, മുഴുവൻ ഒന്ന് പഠിക്കുക, അത് ഏതൊക്കെ മോഡലാണെന്ന് പഠിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആരായിരുന്നു മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ആരായിരുന്നു അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാം. പിന്നെ നവ സാമ്പത്തിക പരിഷ്കാരം എന്ന് പറയുമ്പോൾ 1991 റിഫോമാണ്. അതിൽ എന്തൊക്കെ സാധനങ്ങൾക്ക് ഇറക്കുമതി ചുങ്കം, കയറ്റുമതി ചുങ്കത്തിന്റെ കാര്യമൊക്കെ പ്രത്യേകം പറയുന്നുണ്ട്. അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നുള്ള കാര്യം പറയുന്നത്. മൻമോഹൻ സിംഗിനെ പറ്റി മെയിനായിട്ട് പഠിക്കുക, കാരണം അദ്ദേഹം ഈ റീസെന്റ് മരിച്ചു പോയതേ ഉള്ളൂ. അപ്പം അദ്ദേഹത്തിനെ പറ്റി മാക്സിമം കിട്ടുന്ന കാര്യങ്ങൾ പഠിക്കുക. കറണ്ട് അഫെയറിന് ഉപകാരപ്പെടാം. നമുക്ക് കറണ്ട് അഫെയറിന്റെ ഭാഗം വരുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ അതെന്താണ്, ഇത് ഏകദേശം ധനകാര്യ സ്ഥാപനങ്ങൾ നിങ്ങൾ പഠിക്കുമ്പോൾ RBI മെയിനായിട്ട് പഠിക്കുക. പിന്നെ ചില ബാങ്കുകളുണ്ട്, കാർഷിക വായ്പകൾ കൊടുക്കുന്നതിന് സംബന്ധിതമായ നബാർഡിനെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ എന്താണ് IFDC, അങ്ങനെയുള്ള കുറേ ബാങ്കുകളുണ്ട്. IDBI ബാങ്ക്, പിന്നെ കാനറ ബാങ്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്, HDFC ബാങ്കിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇങ്ങനെയുള്ള ബാങ്കുകൾ, ധനകാര്യ സ്ഥാപനങ്ങളെ പറ്റിയുള്ള ഒരു മിനിമം ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. ഇന്ന ബാങ്ക് ഏതിനാണ് ഉപകാരപ്പെടുക, അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇതിൽ സാധാരണ കണ്ടുവരാറുള്ളത്. +2 ലെവൽ ആയതുകൊണ്ട് തന്നെ ഭയങ്കര റേഞ്ചിലോട്ട് ഈ ധനകാര്യ സ്ഥാപനങ്ങൾ RBI പോയിട്ടുണ്ട്, സമ്മതിച്ചു. പക്ഷെ ബാക്കിയുള്ള ബാങ്കുകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിൽ വലിയൊരു കാര്യമായൊരു ഉള്ളിലോട്ട് പോകുന്നതായിട്ട് കണ്ടിട്ടില്ല. പിന്നെ കാർഷിക വിളകൾ എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് നമ്മുടെ എന്താണ് ഒരുപാട് വിപ്ലവങ്ങളെ പറ്റി പറയുന്നുണ്ട് അല്ലേ. ധവള വിപ്ലവം, പിന്നെ സ്വർണ്ണ വിപ്ലവം, തുകൽ വിപ്ലവം, കുറേ വിപ്ലവങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതെല്ലാം ഒന്ന് പഠിച്ചു വയ്ക്കുക. ധവള വിപ്ലവമായിട്ട് പഠിക്കുമ്പോൾ പിന്നെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്നുള്ള ചോദ്യം എന്താ കഴിഞ്ഞ CPI 2024 ചോദിച്ചിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ആ ചോദ്യം. പിന്നെ ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവിനെ പറ്റി പഠിക്കുക. MS സ്വാമിനാഥൻ, അദ്ദേഹം റീസെന്റ് മരിച്ചു, അദ്ദേഹത്തിനെ പറ്റിയുള്ള ഫാക്ട് പഠിക്കുക. ഇതൊക്കെ ജസ്റ്റ് പഠിച്ചു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇത്രയും പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് 5 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മേഖലയാണ് ഞാൻ ഈ പറഞ്ഞ ഏതാണ്. പിന്നെ നമ്മുടെ 5 മാർക്ക് ക്ലബ്ബിൽ ആദ്യം പഠിക്കേണ്ടതാണ് നമ്മൾ എക്കണോമിക്സ്. 5 മാർക്ക് ക്ലബ്ബിൽ ആദ്യം എക്കണോമിക്സ് പഠിക്കുക. എക്കണോമിക്സിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പഞ്ചവത്സര പദ്ധതികൾക്ക് പ്രയോറിറ്റി കൊടുക്കുക, ഹരിത വിപ്ലവത്തിന് പ്രയോറിറ്റി കൊടുക്കുക, ധനകാര്യ സ്ഥാപനങ്ങൾ RBI നബാർഡ് എന്തായാലും പഠിച്ചിരിക്കുക. പിന്നെ നീതി ആയോഗ് നിങ്ങൾ വിട്ട് കളയരുത്. നിങ്ങൾ നീതി ആയോഗ് എന്ന സാധനമേ വിട്ട് കളയരുത്, അത് നന്നായിട്ട് പഠിക്കുക. പിന്നെ സാമ്പത്തിക രംഗം, ഇന്ത്യയുടെ സാമ്പത്തിക ജസ്റ്റ് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി പോയാൽ മതി. പക്ഷേ നിങ്ങൾ നീതി ആയോഗ് വ്യക്തമായിട്ട് പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ചെയ്യുക. പ്ലാനിംഗ് കമ്മീഷൻ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. പ്ലാനിംഗ് കമ്മീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അത് എന്ത് ചെയ്യുക, അത് നന്നായിട്ടൊന്ന് പഠിച്ച് വെച്ചിരിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ 5 മാർക്ക് ക്ലബ്ബിൽ നമ്മൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്തിനാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അത് 5 മാർക്ക് ക്ലബിൻ്റെ കാര്യം. പിന്നെ നമ്മൾ മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു സാധനമാണ് ഇന്ത്യൻ ഭരണഘടന. എൻ്റെ പൊന്ന് കൂട്ടുകാരെ, 8 മാർക്കിന് വരുന്നൊരു ടോപ്പിക്കാണ്. ഇത് പഠിക്കാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാവാൻ സാധിക്കില്ല എന്ന് ഞാൻ പറയും. കാരണം നമ്മൾ സ്പെഷ്യൽ ടോപ്പിക്കിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് കഴിഞ്ഞാൽ GK ഭാഗത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ക്യാരി ചെയ്യുന്നൊരു ഭാഗമാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുമ്പോൾ. ഇന്ത്യൻ ഭരണഘടന ഞാൻ എങ്ങനെ പഠിച്ചു തീർത്തുക എന്നുള്ളത് ഞാൻ പറയാം. കാരണം എനിക്ക് ഞാൻ എൻ്റെ കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്തുകൊണ്ട്, കംഫർട്ട് സോണിൽ നിന്നൊന്നും പറയുന്നില്ല, കാരണം എക്കണോമിക്സ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. പക്ഷേ എനിക്ക് എക്കണോമിക്സ് പരീക്ഷ എഴുതിയപ്പോഴത്തേക്കും ക്വസ്റ്റ്യൻ ക്യാൻസൽ ആവാത്ത, പക്ഷേ എനിക്ക് 4 മാർക്കോളം ആ പരീക്ഷ കിട്ടിയിരുന്നു. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഭരണഘടന പഠിച്ചു തീർക്കുക എന്ന കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിച്ചു. നമ്മൾ ഭരണഘടന പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിച്ചു തീർക്കേണ്ട ഭരണഘടനാ സ്ഥാപനങ്ങളും അവയുടെ ചുമതലകളാണ്. കാരണം ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്. ചില ഭരണഘടനാ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം PSC UPSC, ഞാൻ വെറുതെ എക്സാമ്പിൾ പറയാം. PSC UPSC ചെയർമാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ UPSC അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് UPSCയിൽ വീണ്ടും പുനർനിയമനമില്ല. പക്ഷേ അവർക്ക് PSCയിലോട്ട് വീണ്ടും
ചെയർമാനായിട്ട് പോകാനേ സാധിക്കുകയുള്ളൂ. അവർക്ക് PSC അംഗമായിട്ട് വരാൻ സാധിക്കില്ല. പിന്നെ നമ്മുടെ കേരള PSCയിൽ നിന്ന് ചെയർമാൻ കാലാവധി കഴിഞ്ഞ് പോകുന്ന പക്ഷം അദ്ദേഹത്തിന് മറ്റൊരു സംസ്ഥാനത്തിൻ്റെ ചെയർമാനായിട്ടിരിക്കാനേ സാധിക്കുകയുള്ളൂ. അദ്ദേഹത്തിന് മറ്റൊരു സംസ്ഥാനത്തിൽ പിന്നെ അംഗമാകാൻ സാധിക്കില്ല. ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കമ്മീഷൻ്റെ ചുമതലകൾ പഠിക്കുക. പിന്നെ നമ്മുടെ ചെയർമാൻമാർ പുനർനിയമനത്തിന് അർഹരാണോ അല്ലയോ എന്നുള്ള പഠിക്കുക. ഇത് ഏത് ഭാഗത്തിൽ വരുന്നു, ഇതിൻ്റെ ആർട്ടിക്കിൾ മെയിനായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഒബ്ജക്റ്റീവ്സ് പഠിച്ചു വെച്ച് കാലാവധി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. UPSCക്ക് 665 ആണെങ്കിൽ PSCക്ക് 662 ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഭരണഘടനാ സ്ഥാപനങ്ങൾ അവിടെ ചുമതലകൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മുഴുവനായിട്ട് പഠിച്ചു. SC/ST കമ്മീഷനുണ്ട്, പിന്നെ നമ്മുടെ UPSC PSC തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, കേരളവും കേന്ദ്രമുണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ എന്താണ് അങ്ങനെ പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ. വിവരാവകാശം നമുക്ക് ഓൾറെഡി സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നുണ്ട്, പക്ഷേ മനുഷ്യാവകാശം പഠിക്കണം. അങ്ങനെയുള്ള പിന്നെ ഭരണഘടനാ സ്ഥാപനം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ നിരന്തരം ചോദ്യങ്ങൾ വരുന്നത് കാണുന്നുണ്ട്. അപ്പോൾ അത് പഠിക്കുക. പിന്നെ ഭാഷാ ന്യൂനപക്ഷം, അതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് കഴിഞ്ഞ് നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഈ ലിസ്റ്റുകൾക്കാണ്. ഇതിന് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം. സെക്കൻഡ് പ്രയോറിറ്റി ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന മെയിനായിട്ടുള്ള സാധനങ്ങളെങ്കിലും മെയിനായിട്ട് എന്തൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ഇന്ത്യ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കണം. പലപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ട് പോലും ചോദ്യങ്ങൾ വന്ന് പല റേഞ്ചിൽ വന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മിസ് ചെയ്യാൻ പറ്റാത്തൊരു ഭാഗമാണ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റുകളെന്ന് മൊത്തത്തിൽ പറയാൻ പറ്റും. ഓക്കെ, അത് നോക്കുക. പിന്നെ നിങ്ങൾ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോയിന്റ് പോലും വിടരുത്. പഞ്ചായത്ത് രാജ് എങ്ങനെ പഠിക്കണമെന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ആദ്യം പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട ഭേദഗതികൾ പഠിക്കുക. 73, 74 നിങ്ങൾക്കറിയാം. 73, 74 പഠിക്കുക. പിന്നെ അതിൻ്റെ ആർട്ടിക്കിളുകൾ പഠിക്കുക. ഇതിനകത്ത് തന്നെ കുറേ സംഭവങ്ങൾ, ഇലക്ഷൻ കമ്മീഷൻ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ രൂപീകരിക്കുന്നതായിട്ടുണ്ട്. അതിൻ്റെ അധികാരങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങളുണ്ട്. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട കമ്മിറ്റികളെ പറ്റി പഠിക്കുക. ഓക്കെ, ബൽവന്ത് റായ് കമ്മിറ്റി മുതൽ ഇങ്ങോട്ട് നമ്മൾ പഠിക്കുമല്ലോ, അശോക് മേത്ത കമ്മിറ്റി, ഒരുപാട് കമ്മിറ്റികളെ പറ്റി നമ്മളിങ്ങോട്ട് പഠിക്കും. അതെല്ലാം പഠിക്കുക. അതിൻ്റെ എല്ലാ ഒബ്ജക്റ്റീവ്സ് എന്തായിരുന്നു എന്നുള്ള കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ മെയിൻലി ഇത് പഠിക്കുമ്പോൾ +1, +2 പുസ്തകങ്ങളും കൂടെ ഒന്ന് ഉൾപ്പെടുത്തി പഠിച്ചാൽ വളരെ നല്ലതായിരിക്കും. പഞ്ചായത്ത് രാജിനെ പറ്റി നല്ല പോയിന്റ്സ് പിന്നെ നമുക്ക് +1, +2 പുസ്തകത്തിൽ നിന്ന് കിട്ടും. ഞാനത് ഇപ്പോൾ വായിച്ചിട്ട് പോയതുകൊണ്ടാണ് നമുക്കത് ഈ ചോദ്യം വന്നപ്പോൾ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോയിന്റും പഠിക്കുക. പിന്നെ നമ്മുടെ വർഷങ്ങൾ, കമ്മീഷൻ, പിന്നെ ചിലപ്പോൾ കാലഗണനാക്രമത്തിൽ നമ്മുടെ കമ്മീഷൻസ് ചോദിക്കും. ഓക്കെ, നമ്മുടെ ബൽവന്ത് റായ് മേത്ത, പിന്നെ അശോക് മേത്ത, പിന്നെ ബൽവന്ത് റായ്, പിന്നെ അശോക് മേത്ത കമ്മിറ്റി, ഇങ്ങനെയുള്ള കമ്മിറ്റികൾ 2-3 കമ്മിറ്റി കാലഗണനാക്രമത്തിൽ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് 2, 1, 3 എന്ന് പറഞ്ഞ് തരും. അപ്പോൾ അതെന്ത് ചെയ്യുക, കാലഗണനാക്രമത്തിൽ പഠിച്ചു പോവുക. അതിലെ ചെയർമാൻമാരെ പറ്റി വെറുതെ ഒന്ന് നോക്കി വെച്ചിരിക്കുക. വെറുതെ ഇനി ഇൻ കേസ് ഡെപ്തിലോട്ട് പോയൊരു ചോദ്യം വന്നാൽ പോലും നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ല റാങ്കിൽ പോകാൻ പറ്റും. അതുകൊണ്ടാണ് ഈ പറഞ്ഞു വരുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ എവിടെ പോവുക, നിങ്ങൾ നേരെ ഈ മൗലിക അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അതിൽ മെയിനായിട്ട് സ്കിപ്പ് ചെയ്യാത്ത ആർട്ടിക്കിൾ 17 സ്കിപ്പ് ചെയ്യരുത്, 19 സ്കിപ്പ് ചെയ്യരുത്, 25 തൊട്ട് 28 മസ്റ്റായിട്ട് പഠിക്കണം, 29, 30 അങ്ങനെ ചോദിച്ചു കണ്ടില്ല, എന്നാലും പഠിച്ചോ. 32 മസ്റ്റായിട്ട് പഠിക്കണം. 32 റിട്ടുകളാണ്, മൊത്തം പഠിക്കണം. റിട്ടുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും കൃത്യമായിട്ട് ചോദിക്കും. പിന്നെ നമ്മുടെ ആർട്ടിക്കിൾ 15 പഠിക്കുക. 15ൻ്റെ 3 വെറുതെ ഒന്ന് പഠിച്ചു വെച്ചോ, ഉപകാരപ്പെടും. കാരണം ഇപ്പം അടുത്ത് കണ്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ് പോക്സോ നിയമം വന്നത് ഈ 15ൻ്റെ 3 എന്ന് പറയുന്ന ഒരു ഭാഗത്താണ്. ചിലപ്പോൾ അത് പോക്സോ നിയമത്തിനകത്ത് ചോദിച്ചേക്കാം, അതൊന്ന് പഠിക്കാം. പിന്നെ നമ്മുടെ 13, 14 ഒന്ന് പഠിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഇതൊന്ന് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. പക്ഷേ നമ്മൾ 21 മസ്റ്റായിട്ട് പഠിക്കുക, 21 മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക, 23 പഠിക്കുക, 24 പഠിക്കുക. അങ്ങനെ പിന്നെ നമ്മുടെ മൗലിക അവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നേരെ അടുത്ത പ്രയോറിറ്റിക്ക് പോവുക. പിന്നെ ചെറിയൊരു ടോപ്പിക്കാണ് നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ടോപ്പിക്ക് അടുത്ത് പഠിക്കുക. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നേരെ ഭേദഗതികൾ, നിങ്ങളെ ഡെയിലി പഠനത്തിൽ ഇത്രയും ഭേദഗതികൾ എടുക്കണം. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. നിങ്ങൾ കൂടുതലൊന്നും പഠിക്കാൻ നിൽക്കേണ്ട. പക്ഷേ എന്നാൽ പോലും നമുക്ക് 106 ചിലപ്പം സാധ്യതയുണ്ട് ചോദിക്കാം. അപ്പോൾ 106 ഒന്ന് പഠിച്ചു വെച്ചിരിക്കും. പക്ഷേ നിങ്ങൾ ഡെയിലി ഭരണഘടനയ്ക്ക് സമയം മാറ്റിവെക്കുന്ന സമയത്ത് ഒരു ഭേദഗതി ഞാൻ പറയാം, കൃത്യമായിട്ട് പറയാം. നിങ്ങൾ ഒരു ഭേദഗതി വെച്ച് 42 ആദ്യം പഠിച്ചു തീർക്കുക, പിറ്റേ ദിവസം 44 പഠിക്കുക, 42 റിവിഷൻ ചെയ്യുക, പിന്നെ 52 പഠിക്കുക, 42, 44 റിവിഷൻ ചെയ്യുക, 73 പഠിക്കുന്ന ദിവസം 42, 44, 52 റിവിഷൻ ചെയ്യുക, 74 പഠിക്കുന്ന ദിവസം 73 വരെയുള്ളത് റിവിഷൻ ചെയ്യുക, 86 പഠിക്കുമ്പം 74 വരെയുള്ളത്. അങ്ങനെ എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്തിനെ ടച്ചപ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക. അപ്പം എന്നും നിങ്ങളുടെ പഠനക്രമത്തിൽ നിങ്ങൾ നമ്മുടെ ഭേദഗതിയിൽ ഒരു ഭേദഗതി നിങ്ങൾ കൃത്യമായിട്ട് എടുക്കണം. അപ്പം ഭേദഗതികളുടെ ഭാഗം കഴിയുന്ന പക്ഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടും പഠിച്ചു കഴിഞ്ഞു.
ഇനി നിങ്ങൾക്ക് നേരെ എവിടെ പോവാം? നിങ്ങൾക്ക് പൗരത്വം പഠിക്കാം. സിറ്റിസൺഷിപ്പ്, ഇന്ത്യ പറയുന്ന സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ ഏക പൗരത്വമാണ്. ഓക്കെ, അപ്പം 2 പൗരത്വങ്ങൾ. ഇപ്പം നമുക്ക് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ 2 പൗരത്വമാണ്. ഒന്ന് അമേരിക്കയ്ക്ക് ഒരു പൗരത്വമുണ്ട്, സ്റ്റേറ്റിന് ഒരു പൗരത്വമുണ്ട്. അങ്ങനെയുള്ള പഠിക്കുക. പിന്നെ ഏതൊക്കെ രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം, ഏതൊക്കെ രീതിയിൽ പൗരത്വം നേടാം. പിന്നെ 1950 മുമ്പ് പൗരത്വത്തിൻ്റെ ഒരു കാര്യം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് ഇപ്പം നിലവിലുള്ളത്. ഒരു കുട്ടി ജനിച്ചാൽ ആ കുട്ടി പുറം രാജ്യത്താണ് ജനിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് തിരിച്ചു വരുമ്പോൾ ഇവിടെ പൗരത്വം കിട്ടുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് ചോദിച്ചിട്ട് ഒന്ന് പഠിക്കുക. അപ്പോൾ പൗരത്വത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. പിന്നെ മൗലിക കടമകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. മൗലിക കടമകൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തടുത്തുള്ള പരീക്ഷകൾക്ക് കാണുന്നുണ്ട്. പിന്നെ അത് പഠിക്കാം. നമുക്ക് പിന്നെ ഏറ്റവും അവസാനമാണ് നിങ്ങൾ ഈ 2 സാധനവും, ആമുഖവും ഭരണഘടനാ സമിതി. നിങ്ങൾക്ക് വായിച്ചാൽ കിട്ടും, കൃത്യമായിട്ട് കിട്ടും. ഇതൊക്കെ വളരെ റേഞ്ചിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ നിങ്ങൾക്ക് ആമുഖം കിട്ടും. പിന്നെ ഈ പറഞ്ഞ ആമുഖയിൽ വാക്കുകളുടെ ഒരു കളി മാത്രം വെച്ചാണ് ഇതുവരെ ചോദ്യം കണ്ടിട്ടുള്ളത്. ആമുഖം, അത് നിങ്ങൾ ആമുഖം എങ്ങനെയാണെന്ന് അറിയാം. ആമുഖത്തിൻ്റെ ഫാക്ട് പഠിക്കാതെ ആമുഖം ഡൗൺലോഡ് ചെയ്ത് വായിക്കണം. ഇന്ത്യയുടെ ഭരണഘടന ആമുഖം, ഭാരതത്തിലെ ജനങ്ങളായ നാം എന്ന് തുടങ്ങുന്ന ആ ഒരു എന്ത് ചെയ്യുക, ആമുഖം എടുത്തു വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക. ഒരു 5 പ്രാവശ്യം 6 പ്രാവശ്യമൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് മുമ്പേ ആമുഖം വായിക്കുക. ആമുഖം കാണാപ്പാഠം പഠിക്കുന്നതുകൊണ്ട് ഒരു നഷ്ടമില്ല. അത് പഠിക്കുക. പിന്നെ അത് കഴിഞ്ഞ് ഗവൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നൊരു ടോപ്പിക് ഉണ്ട്. അവിടെ ഫങ്ഷൻസ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രധാനമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് എന്താണ്, പ്രസിഡന്റുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് ആണ്, ലോക്സഭാ സ്പീക്കറുമായിട്ട് ബന്ധപ്പെട്ട ഫങ്ഷൻസ് എന്താണ്, പിന്നെ പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ രാജ്യസഭ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, ഇതെല്ലാം പഠിക്കുക. പിന്നെ നിങ്ങൾ ഭരണഘടനാ സ്ഥാപനം ഞാൻ പറഞ്ഞ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. CAG AG മറക്കരുത്. ഒരു അഡ്വക്കേറ്റ് ജനറലിന് ഇപ്പം ഈ പറഞ്ഞ പോലെ പാർലമെന്റിൽ പോവാം, അദ്ദേഹത്തിന് സംസാരിക്കാം. പക്ഷേ അദ്ദേഹത്തിന് വോട്ടവകാശമില്ല. അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹം ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് കൃത്യമായിട്ട് പഠിച്ചു പോകണം. അതെന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് മനസ്സിൽ വെച്ചിരിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ 3 മാർക്കിന്റെ ടോപ്പിക് ഇതാ, കേരളം ഭരണവും ഭരണ സംവിധാനവും. ഇവിടെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കിട്ടാൻ പോകുന്ന പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. ഒന്നുകിൽ അത് ഈ പറഞ്ഞ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെയോ അല്ലെങ്കിൽ സോഷ്യൽ ജസ്റ്റിസ് വിഭാഗത്തിൻ്റെയോ ഒക്കെ ഇതായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന മാക്സിമം എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരി, നമുക്ക് ഇവിടെ സംസാരിക്കാം. ഇവിടെ നിങ്ങൾ സംസ്ഥാന സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു പോർഷൻ ഉണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുക. അത് കൃത്യമായിട്ട് ഏതൊക്കെ സർവീസിൽ വരുന്നു. ഇപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഏത് കാറ്റഗറിയാണ്? അതൊരു നോൺ ഗസറ്റഡ് B കാറ്റഗറി പോസ്റ്റാണ്. ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അതൊരു A കാറ്റഗറി ഗസറ്റഡ് പോസ്റ്റാണ്. പിന്നെ KS ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട്. LD ക്ലർക്ക് B കാറ്റഗറിയാണ്. പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ്, ലാസ്റ്റ് ഗ്രേഡ് സർവീസ് എന്നൊരിക്കലും പറയില്ല, ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്നേ പറയാം. അതുപോലും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് പഠിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചിട്ട് പോവുക. ദുരന്ത നിവാരണ അതോറിറ്റി വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. അതിലിപ്പോൾ ഏറ്റവും പിന്നെ ഡിസാസ്റ്ററായിട്ട് പറയുന്ന മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള കാര്യത്തിൻ്റെ ഉണ്ട്. അതും കൃത്യമായിട്ട് പഠിച്ചിട്ട്, കാരണം ഒരുപാട് വന്യജീവി ആക്രമണങ്ങൾ നിലവിൽ നടക്കുന്നുണ്ട്. പത്രം വായിക്കണം, കൃത്യമായിട്ട് പഠിച്ചിട്ട്. കറണ്ട് അഫെയറിന് ഉപകാരപ്പെടും. ഇത് കറണ്ട് അഫെയറിൽ നിന്ന് ഒരു ഭാഗത്ത് വേണേൽ വരാം. പിന്നെ മെയിൻലി നമ്മുടെ കുട്ടികൾ, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം പഠിച്ചിട്ട് പോവുക, ചാൻസ് ഉണ്ട്. പിന്നെ സാമൂഹ്യക്ഷേമ പദ്ധതികൾ പഠിക്കുക. ഭൂപരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികൾ എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പഠനത്തിൽ ഡെയിലി ഒരു 10 പദ്ധതിയും കൂടെ അങ്ങ് എടുത്തു വെച്ചോ. 10 എണ്ണം കേരള ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട് ഹെൽത്ത് സെക്ടർ അല്ലാത്തൊരു 10 പദ്ധതികളും കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക. 10 എണ്ണം പഠിച്ചാൽ മതി. 10 അങ്ങ് പഠിക്കുക. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോവുക. പിന്നെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾക്ക് തന്നെയാണ്. ഇത് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നിട്ടുള്ളൂ. തൊഴിലും ജോലിയും ഒന്നും അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ചോദ്യം വരും. തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതനം പഠിച്ചിട്ട് പോകുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്തോണേ. വേതനം പഠിക്കുക. പുതുക്കിയ വേതനം ഉണ്ടെങ്കിൽ, പഴയ വേതനം ഉണ്ടെങ്കിൽ, മറ്റ് സംസ്ഥാനങ്ങളിലെ വേതനം കൂടെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോവുക. എത്ര ദിവസമാണ്, ആണിനാണോ പെണ്ണിനാണോ പ്രയോറിറ്റി ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോകുമെന്ന വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ആലോചിക്കാം. നമ്മൾ പിന്നെ ഇവിടെ ധനതത്വ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ നമ്മളിവിടെ എന്താണ് വേറെ ഭരണരംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം. അപ്പോൾ നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് 8, 3, 11, 5, 16 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. 16 മാർക്കിൻ്റെ ടോപ്പിക്കാണ് ഇത്. മാക്സിമം എഫേർട്ട് ഇട്ട് പഠിക്കുക. കാരണം നിങ്ങൾ ഈ 3 സിലബസ് നോക്ക്. നിങ്ങൾ ആ ഹിസ്റ്ററിയും ജോഗ്രഫിയും അത്യാവശ്യം വളരെ വാസ്റ്റാണ്. അത് 3ഉം കൂടെ പെറുക്കി വെച്ച് 10 മാർക്ക് എന്താ, ഇത് 3 ഇത്രയും കൂടെ പെറുക്കിയപ്പോൾ 16 മാർക്കായി. അതിൻ്റെ അത്രയും വെയിറ്റേജ് പോലും ആവുന്നില്ല. അപ്പോൾ നമ്മളെ പഠനം എന്താണ്, ഈ ഒരു 3 മേഖലയ്ക്ക് എന്ത് ചെയ്യുക, നല്ല പ്രാധാന്യം കൊടുക്കുക. GKക്ക് നല്ല പ്രാധാന്യം കൊടുക്കുക. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ വൃത്തിയായിട്ട് നോക്കിയിട്ട് പോകുക. 2022 മുതൽ 24 വരെ എത്ര പരീക്ഷ, +2 ലെവൽ എത്ര ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആണെന്നും, എത്ര അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറുടെ പരീക്ഷ എടുത്ത് പഠിച്ചോ, IRBയുടെ പരീക്ഷ എടുത്ത് പഠിച്ചോ, 10th ലെവലിൻ്റെ പരീക്ഷകൾ എല്ലാം എടുത്ത് വെച്ച് നോക്കിക്കോ. നല്ലതാണ്.
ഇത്രയും നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ 16 മാർക്കിൻ്റെ ടോപ്പിക്കാണിത്. ഇത്രയും സാധനം മാത്രം പഠിച്ച 16 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ പ്രയോറിറ്റി GK-ക്ക് ഈ 16 മാർക്കിന് നല്ല പ്രയോറിറ്റി കൊടുക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നിങ്ങൾ അടുത്ത് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഈ 4 മാർക്കിൻ്റെ ബയോളജിയാണ്. ഈ 4 മാർക്കിൻ്റെ ബയോളജി ഇതാ നോക്കിയോ, ഇതിൽ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള സാധനങ്ങൾ അധികം അങ്ങനെ വരാറില്ല. പക്ഷേ നിങ്ങളിതാ ഇത് കണ്ടോ, ജീവകങ്ങൾ, ധാതുക്കൾ, ഇത് ഒരു ഉത്സവം പോലത്തെ ടോപ്പിക്കാണ്. ഉത്സവം പോലെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരും കൃത്യമായിട്ട്. ഏതൊക്കെ ഭക്ഷണ സാധനങ്ങൾ എന്തൊക്കെ അടങ്ങിയിരിക്കുന്നു, പിന്നെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് വന്നിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ അടുത്ത് നോക്കുമ്പോൾ എന്താണ്, സാംക്രമിക രോഗങ്ങൾ, രോഗകാരികൾ, അതായത് വൈറസ് ബാധിക്കുന്ന രോഗങ്ങൾ, ബാക്ടീരിയ കൊണ്ടുവരുന്ന രോഗങ്ങൾ, പിന്നെ പുതുതായിട്ട് എന്തെങ്കിലും ഒരു രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ ആദ്യം റിപ്പോർട്ട് ചെയ്തു, എന്താണ് അതിൻ്റെ ശാസ്ത്രീയ നാമം, ഇതെല്ലാം പഠിക്കുക. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ എന്താണ്, കുളത്തിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അമീബിയ എന്തോ ഒരു രോഗം ഉണ്ടല്ലോ, ഇപ്പം റീസെൻ്റ്ലി ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള. ഇപ്പോൾ ഒരുപാട് കുളങ്ങളിലൊക്കെ പോകുമ്പോൾ, കുളങ്ങളുടെ സൈഡിൽ കൂടെ പോകുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ജലം ഇങ്ങനെയാണ്, ഇവിടെ ഇറങ്ങുമ്പോൾ ഇത്രയും സൂക്ഷിക്കണം, മസ്തിഷ്ക മരണങ്ങൾ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ അങ്ങനെ ചോദിച്ച് കാണാറില്ല, അതുകൊണ്ട് അവിടെ നിൽക്കട്ടെ. പക്ഷേ ചൈനയിൽ ഈ അടുത്തിടയ്ക്ക് ഒരു ഡിസീസ് പറഞ്ഞിട്ടുണ്ട്, അത് പഠിക്കുക. പിന്നെ എന്തെങ്കിലും പുതിയ ബ്ലഡ് ഗ്രൂപ്പ്സ് പിന്നെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് പഠിക്കുക. അതൊക്കെ കറണ്ട് ഫാക്ട്സ് ആണ്. കറണ്ട് അഫെയർ നമുക്ക് ഇതിലൂടെ ലയിപ്പിച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്, മനസ്സിലായില്ലേ? അതൊന്ന് പഠിക്കുക. പിന്നെ കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതി, ഇവിടെ നിന്ന് നിങ്ങൾ ഡെയിലി ഒരു 5 എണ്ണം, നിങ്ങൾക്ക് അവിടെ ഒരു 10 എണ്ണം പഠിക്കാൻ ഞാൻ ഓൾറെഡി തന്നു, ഇവിടെ നിന്ന് 5 പദ്ധതി കൂടെ പഠിച്ചോ. പിന്നെ ജീവിതശൈലി രോഗങ്ങൾ, നിങ്ങൾക്കറിയാം ഷുഗർ, പിന്നെ ഈ പറയുന്ന പോലെ പുകവലി കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അതൊക്കെ കൃത്യമായി പഠിക്കുക. അതൊക്കെ എവിടെ ബാധിക്കുന്നു, നിങ്ങൾ ശരിക്കും ടൈപ്പ് 1 ടൈപ്പ് 2 ഡയബറ്റീസ് നന്നായിട്ട് പഠിച്ച് തന്നെ പോകണം. കാരണം അതിൽ നല്ലൊരു ചോദ്യം ഉണ്ടാവും. മാക്സിമം അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇൻസുലിൻ ആശ്രിതം ഏതാണ്, കുട്ടികളിൽ കാണുന്ന ഏതാണ്, മുതിർന്നവരിൽ കാണുന്ന ഏതാണ്, ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ച് പോയേ പറ്റും. മസ്റ്റായിട്ട് പഠിച്ചേ പറ്റൂ. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഈ പറഞ്ഞ പരിസ്ഥിതി പ്രശ്നങ്ങൾ, ഇത് നിങ്ങൾ പഠിക്കുമ്പോൾ +1 +2 ടെക്സ്റ്റുകളിൽ ഇതിൻ്റെ പാഠഭാഗങ്ങളുണ്ട്, അത് തന്നെ വായിച്ച് പഠിക്കുക. കാരണം അതിൽ നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. നല്ല റേഞ്ചിൽ വരും. നമ്മൾ ഒറ്റ വൈക്കോലും ഇപ്പോൾ ഫുക്കുവൊക്കെ വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്, മനസ്സിലായില്ല? അത്രയും ഡെപ്തിൽ വരെ പോകും. അപ്പോൾ ആ പരിസ്ഥിതി പ്രശ്നങ്ങൾ പഠിക്കുക. പിന്നെ മെയിൻലി ഇത് ജസ്റ്റ് നോക്കിപ്പോയാൽ മാത്രം മതി. ആരോഗ്യം വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട. പക്ഷേ ഞാൻ ഇതാ ഈ ടിക്കറ്റ് 1 2 3 4 5 ഇത്രയും സാധനം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചേ പറ്റൂ. പിന്നെ ഇവിടെ നിങ്ങൾ കോശത്തിനെ പറ്റി പഠിക്കാം, കോശസ്തരം, അങ്ങനെയുള്ള സാധനങ്ങളെ പറ്റി പഠിക്കുക, രക്തപര്യന വ്യവസ്ഥയെ പറ്റി പഠിക്കുക, ശ്വസന വ്യവസ്ഥയെ പറ്റി, നാഡീ വ്യവസ്ഥയെ പറ്റി കൂടെ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് മനുഷ്യരത്തെ പറ്റിയുള്ള പൊതുവായ അറിവിൽ നിങ്ങൾ ഇത്രയും സാധനങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. എല്ലാം കൂടെ ചവറുപോലെ വാരി പഠിക്കാൻ പഠിക്കില്ല. പിന്നെ PQ നന്നായിട്ട് നോക്കുക. ഈ 2022 മുതൽ 24 വരെയുള്ള PQ കൃത്യമായിട്ട് നോക്കിയിട്ട് പോകണം. എത്ര ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ അതെല്ലാം നോക്കിയിട്ട് പോകണം. നിങ്ങൾക്ക് സമയമുണ്ട്, വെറുതെ കളിച്ച് കളയരുത്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതാ നമ്മളെ ഫസ്റ്റ് സെക്ടർ പ്രയോറിറ്റി ഇത്രയുമാണ്. ഏകദേശം ഇപ്പോൾ തന്നെ എത്ര മാർക്കായി? 20 മാർക്കായി. 20 മാർക്കിന് നിങ്ങൾ ഇത്രയും പഠിച്ചാൽ മതി, മനസ്സിലായില്ലേ? നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ സെറ്റ് 1 എന്ന് പറഞ്ഞാൽ ഇത്ര ആയിരിക്കണം. നമ്മൾ 5 മാർക്ക് ക്ലബ്ബിൽ നിന്ന് ഒരെണ്ണം എടുക്കുക, ഏതാണ് നമ്മുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഭരണഘടന മസ്റ്റായിട്ട് പഠിച്ചവർ, ഭരണഘടനയും കേരള ഗവർണൻസും ചേർത്ത് പഠിക്കുക, 11 മാർക്കാണ്. ആ മെൻറ്റാലിറ്റി കാണുക, 16 മാർക്കായി. ബയോളജിയിൽ 4 മാർക്ക്, 20 മാർക്കായി. 2022 തൊട്ട് 24 വരെ PQ. ഇത്രയും സാധനങ്ങൾ റെഫർ ചെയ്ത് പോവുക. ക്വസ്റ്റ്യൻസ് ഏത് ലെവലിൽ ചോദിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ തന്നെ എത്രയായി? അപ്പോൾ തന്നെ നിങ്ങൾക്ക് 20 മാർക്കിൻ്റെ സാധനമായി. 20 മാർക്കായി. 20 മാർക്കായാലും ഓക്കെ. ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കേണ്ട എന്താണ്? ഇവിടെ നിങ്ങൾക്ക് ഇവിടെ എന്താണ് ഒരു ഭീമാകാര സിലബസ് കാണാം. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഫിസിക്സും കെമിസ്ട്രിയും ഞാൻ പഠിച്ചൊരു രീതി എന്ന് പറഞ്ഞാൽ ഫുള്ള് PQ വായിച്ചിട്ട് പോയി, മാക്സിമം PQ വായിച്ചിട്ട്. പക്ഷേ നിങ്ങളിവിടെ അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിവിടെ മെയിനായിട്ട് നോക്കേണ്ടതാ ഈ ചലന നിയമങ്ങൾ പഠിക്കുക, ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ പഠിക്കുക, ഈ ലെൻസ് പഠിക്കുക, ആവശ്യം വരും ഏതൊക്കെ ലെൻസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട്, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക, പിന്നെ ബലവുമായി. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ 2 സാധനം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരുപാടുണ്ട്. ഇത് നമ്മൾ ഗ്രൂപ്പ് 3 കാറ്റഗറി പെടുത്തിയാൽ മതി. പക്ഷേ ഞാൻ അപ്പോഴും ഒരു കാര്യം പറയാം, നിങ്ങളുടെ കംഫർട്ട് സോണിൽ കയറി കളിക്കാൻ ഞാൻ ആളല്ല, അതിപ്പോഴേ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് നല്ലപോലെ അറിയാമെന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മറ്റ് വിഷയങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ ഇത് തന്നെ നിങ്ങളോട് ചെയ്യണമെന്ന് പറയുന്നില്ല. ഇത് ഒരുപാട് ആൾക്കാർ നമ്മളോട് ആവശ്യപ്പെട്ട കൂട്ടത്തിൽ നമ്മളത് ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും ഒക്കെ ഉപകാരം ഉണ്ടാകുന്നെങ്കിൽ ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അത് യൂസ്ഫുൾ ആകും എന്ന് എനിക്കൊരു ചെറിയ വിശ്വാസം ഉള്ളതുകൊണ്ടും എനിക്ക് അതൊരു അതിനൊരു വിശ്വാസ്യത തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി എന്ത് ചെയ്യുക, നന്നായിട്ട് അറിയുന്നവർ അത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാരണം ഞാൻ ഈ വിഷയത്തിൽ അത്രമാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല.
അതാണ് സത്യം. ഞാൻ അങ്ങനെ ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കരുത്, നിങ്ങൾ ചെയ്യണം കൃത്യമായിട്ട്. എന്നാലും നിങ്ങൾ പിന്നെ തീരെ ഫിസിക്സ് കെമിസ്ട്രി അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ള 2022-24 PQ നിങ്ങളൊന്ന് നോക്കുക, ഫോക്കസ് ഏരിയ കണ്ടുപിടിക്കുക, അത് പഠിച്ചിട്ട് പോവുക, വിട്ട് കളയരുത്. നമുക്ക് ഓരോ മാർക്കും വിലപ്പെടാം. അപ്പോൾ ഇത് 6 മാർക്കിൻ്റെ ക്ലബ്ബാണ്, 2 വിഷയം 6 മാർക്കിൻ്റെ ക്ലബ്ബാണ്. സയൻസ് മൊത്തം കൂടെ 10 മാർക്ക് വരുമെങ്കിലും ബയോളജി ഒരു സ്റ്റാൻഡ് അലോൺ സബ്ജക്റ്റാണ്. കാരണം നമുക്ക് ആ ഒരു 7 ടോപ്പിക്ക് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം എന്തുണ്ട്, 4 മാർക്ക് കിട്ടുന്നുണ്ട്. ആ 7 പോലും നമുക്കൊരു 5 എണ്ണം തറവായിട്ട് പഠിച്ചാൽ നമുക്ക് 4 മാർക്ക് കിട്ടും. അപ്പോൾ കോസ്റ്റ് എഫക്റ്റ് എവിടെയാണ്, അതിലാണ് കൂടുതൽ. ഓക്കെ, പിന്നെ അതാടക്കുന്ന ഒരു വലിയ ടോപ്പിക്ക് ഇത് നമുക്ക് വരാം. ഇതിനെ അതായത് നമുക്ക് ഈ കലാകായികം സംസ്കാരം, ഓക്കെ, ആർട്സ്, പിന്നെ നമ്മുടെ ഹിസ്റ്ററി, ജോഗ്രഫി, 14 മാർക്കിൻ്റെ ടോപ്പിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. 14 മാർക്കിന് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പം ഇവരിവിടെ നിൽക്കട്ടെ. ഓക്കെ, ഇവരിവിടെ നിൽക്കട്ടെ. ഇത് നമുക്കൊരു ലാസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാം, ഹിസ്റ്ററി, ജോഗ്രഫി, ആർട്സ്. പക്ഷെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഫസ്റ്റ് പ്രയോറിറ്റി തന്നെ കൊടുക്കുക. പക്ഷെ നമ്മൾ കോമൺലി സംസാരിക്കുമ്പോൾ ഇവിടെ നിങ്ങൾ നോക്ക്, എന്ത് വലിയ സിലബസാണ് നോക്ക്. നിങ്ങൾക്ക് തന്നെ കാണാം, നിങ്ങൾ തന്നെ കണ്ടോളൂ, എന്ത് വലിയ സിലബസാണ്. നമ്മുടെ കലാകായികമായിട്ട് ബന്ധപ്പെട്ട് വലിയ സിലബസാണ്. നോക്കാം, വലിയ സിലബസാണ് അല്ലേ. കലാകായികം, സംസ്കാരം, സാഹിത്യം, ഇത്രയും ഒരുപാട് വലിയ സിലബസാണ്. ഈ വലിയ സിലബസിന് നിങ്ങൾക്ക് 4 മാർക്കേ ഉള്ളൂ. അപ്പോൾ കോസ്റ്റ് എഫക്റ്റ് വളരെ കുറവ്, ഒരുപാട് പഠിക്കുകയും വേണം. മനസ്സിലായില്ലേ ഞാൻ പറയാം. പക്ഷെ നമുക്ക് ഇതിൽ ചില ഫോക്കസ് ഏരിയാസ് ഉണ്ട്, അത് നമുക്ക് കണ്ടെത്തി പഠിക്കാം. എന്തായാലും നമുക്ക് വിടാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കല എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് നോക്കിയതിന് ശേഷം നമുക്ക് ഇവിടെ പോകാം, ഹിസ്റ്ററി, ജോഗ്രഫി പോവാം. അവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയും, അതെന്ത് ചെയ്യുക, അത് നിങ്ങൾ കൃത്യമായിട്ട് അത്രയെങ്കിലും നോക്കിയിട്ട് പോവുക. ഓക്കെ, അവിടെ നമുക്ക് കലയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട പ്രശസ്തരായ വ്യക്തികൾ എന്ന് പറയുന്ന ടോപ്പിക്കും വിടാതിരിക്കുക. കാരണം ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, എനി അവാർഡ്സ്, അത് മൊത്തത്തിൽ പഠിക്കുക. ആ വ്യക്തിയെ പറ്റി മുഴുവൻ കാര്യം പഠിക്കുക. ആ വ്യക്തി എന്തെങ്കിലും കൃതി എഴുതിയിട്ടുണ്ടോ, അവർ വേറെ എന്തെങ്കിലും സ്പെഷ്യൽ അപ്പിയറൻസ് വന്നിട്ടുണ്ടോ, എല്ലാ കാര്യം പഠിക്കുക. ഇനി ആരെങ്കിലും മരിച്ചു പോയെങ്കിൽ അതും പഠിക്കുക. അയാൾ ഏത് മേഖലയിലായിരുന്നു പ്രശസ്തൻ, എല്ലാ കാര്യവും എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ പ്രശസ്തരായ എഴുത്തുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എഴുത്തുകാരെ പറ്റിയ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. എഴുത്തുകാർ അവരിതുപോലെ മരിച്ചു പോയവരുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഈ എന്തെങ്കിലും കലാകാരന്മാർ, അവരും മരിച്ചു പോയവർ, എന്തെങ്കിലും കലാകാരന്മാർ ആത്മകഥ പഠിച്ചു നോക്കുക. ഓക്കെ, ജീവിത രസങ്ങളുണ്ടല്ലോ, ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, അതുപോലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഇത് രണ്ടും ഞാൻ നിങ്ങളോട് അത്രയ്ക്ക് അങ്ങ് ഇമ്പോർട്ടൻറ്റ് ചെയ്ത് പഠിക്കാൻ പറയുന്നില്ല, കാരണം ഇത് അങ്ങനെ ചോദ്യങ്ങൾ വന്നിട്ടില്ല. പക്ഷേ ഈ 3 സാധനങ്ങളും കറണ്ട് അഫെയറുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി കറണ്ട് അഫെയറിന് ഇവിടെ 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട്. ആ ഒരു കറണ്ട് അഫെയർ നമുക്കിവിടെ ഓൾറെഡി 10 മാർക്ക് വെയിറ്റേജ് ഉണ്ട് അല്ലേ. അപ്പം ഈ 3 കാര്യങ്ങൾ കറണ്ട് അഫെയറുമായിട്ട് ലയിപ്പിച്ച് പഠിക്കുക. അതാണ് ഏറ്റവും നല്ല വഴി എന്ന് പറയുമ്പോഴത്തേക്കും, അതാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വഴിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ഈ 3 സാധനം പഠിച്ചത് അങ്ങനെയാണ്, കറണ്ട് അഫെയറോട് ബന്ധപ്പെടുത്തി പഠിച്ചു. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇനി നമുക്ക് കായികവുമായിട്ട് ബന്ധപ്പെടുത്തി വരുമ്പോൾ എന്താണ്, കായിക ബഹുമതികൾ പഠിക്കാം. പിന്നെ അത്ലറ്റ്സിനെ പറ്റി പഠിക്കാം. പിന്നെ നമ്മുടെ പാരാലിമ്പിക്സിനെ പറ്റി പഠിക്കാം, ഒളിമ്പിക്സിനെ പറ്റി പഠിക്കാം, അടുത്ത ഒളിമ്പിക് വേദിയെ പറ്റി പഠിക്കാം, ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ പറ്റി പഠിക്കാം. അങ്ങനെ എന്തെങ്കിലും, വിരാട് കോഹ്ലിക്കൊക്കെ എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ, രോഹിത് ശർമ്മയ്ക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പഠിക്കുക. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ജസ്റ്റ് ആ ഒരു നേട്ടങ്ങൾ മാത്രം ഒന്ന് പഠിച്ച്, അത്രയെങ്കിലും ഒന്ന് പഠിച്ച് പോകണേ, നന്നായിട്ടൊന്ന് പഠിച്ച് പോകണേ. പിന്നെ ട്രോഫികൾ പ്രധാനമായിട്ട് പഠിക്കാം. എന്തൊക്കെയാണ് ട്രോഫികൾ? പിന്നെ അർജുന അവാർഡ് പഠിച്ചിട്ട് പോകണം കേട്ടോ. അർജുന അവാർഡ് മസ്റ്റായിട്ട് പഠിക്കണം. അർജുന അവാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ പിന്നെ ഈ പറഞ്ഞ പോലെ ദേശീയ ഗെയിംസ് അതവിടെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചോ. വേദികൾ എന്തായാലും പഠിക്കണം, വേദികൾ ചോദിക്കും. പിന്നെ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക, ഇത്രയും പഠിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ കായിക താരങ്ങൾ അവരുടെ നേട്ടങ്ങളുണ്ടെങ്കിൽ അതും പഠിക്കുക. പിന്നെ ഇത്രയും. സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ എഴുത്തുകാരും വരികളും പഠിക്കുക, ചോദ്യം വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ എഴുത്തച്ഛൻ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, ഇങ്ങനെയുള്ള അവാർഡുകളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. മുട്ടത്ത് വർക്ക് എന്തോ പോട്ടെ, നമ്മളെ ഹരിവരാസനം പുരസ്കാരം, ഇതൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. പിന്നെ മലയാള പത്രപ്രവർത്തനം അങ്ങനെ കാണാറില്ല, ഇതിൻ്റെ ആനുകാലികൾ ചിലപ്പോൾ വന്നേക്കാം. പക്ഷേ അങ്ങനെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ തൂലികാ നാമങ്ങൾ പഠിക്കുക, മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ ഇത് രണ്ടും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഓരോ പ്രസ്ഥാനത്തിലെ കൃതികളൊന്നും അങ്ങനെ ഫോഴ്സ് ലെവൽ പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടില്ല. പക്ഷേ ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രീവിയസ് നന്നായിട്ട് പഠിക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ അടുത്ത സംസ്കാരം, നമ്മൾ നവോത്ഥാന നായകന്മാരെ പറ്റി മസ്റ്റായിട്ട് പഠിക്കുക. പിന്നെ എന്തെങ്കിലും പ്രധാനപ്പെട്ട ഉത്സവം, പാലക്കാടുള്ള മീനാക്ഷി കല്യാണം, തോൽപ്പാവ കൂത്ത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പഠിക്കുക. പിന്നെ ജ്ഞാനപീഠം പഠിച്ചു വെച്ചോ. ജ്ഞാനപീഠം ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ജ്ഞാനപീഠം ചോദിക്കാം. പ്രത്യേകിച്ച് നിങ്ങൾ MT വാസുദേവൻ നായർ, അദ്ദേഹത്തിനെ പറ്റിയുള്ള പോയിന്റ് മുഴുവൻ പഠിക്കുക. 2ാം മുഴുവൻ അദ്ദേഹത്തിൻ്റെ കൃതി, അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകൾ, അദ്ദേഹം സംവിധാന സിനിമ. MT വാസുദേവൻ നായറിന് പ്രത്യേകം സമയം കണ്ടെത്തി പഠിക്കുക. അപ്പം എന്ത് ചെയ്യുക, ഇത്രയും കാര്യങ്ങൾ.
അപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഓൾറെഡി പറഞ്ഞു 4 മാർക്ക് 5 മാർക്ക് 5 14 മാർക്കിൻ്റെ ടോപ്പിക്കിനെ പറ്റിയാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, 2022 തൊട്ട് 24 വരെയുള്ള ചോദ്യ പേപ്പർ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. കറണ്ട് അഫെയർ അല്ലാതെ എന്തൊക്കെ ടോപ്പിക്ക് വന്നിട്ടുണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. ഓക്കെ, കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്, പക്ഷേ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ട് പഠിച്ചു തീർക്കാൻ സാധിക്കുന്നൊരു സംഭവമാണ്. ഈ ആനുകാലികങ്ങളെന്ന് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഒരുപാട് കാര്യം പറഞ്ഞു ആനുകാലികങ്ങൾ. എന്നാലും ഞാൻ പറയാം, നിങ്ങൾ കൃത്യമായിട്ട് നൊബേൽ സമ്മാനം നോക്കി പോവുക, പിന്നെ ഇൻഡെക്സസ് നോക്കി പോവുക, പിന്നെ നീതി ആയോഗിൻ്റെ ഇൻഡെക്സസ് നോക്കുക, പിന്നെ അതുമായിട്ട് എന്താണ് GST സ്ലാബ് സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ട്, GST സംബന്ധിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബഡ്ജറ്റ് പഠിച്ചിട്ട് പോവുക. അത് ബോത്ത് കേരള ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റ് രണ്ടും പഠിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കളയരുത്. അപ്പോൾ നമുക്കിനി നേരെ എന്ത് ചെയ്യാം, നേരെ നമുക്ക് തുടക്കത്തിൽ നമ്മൾ ആ സ്കിപ്പ് ചെയ്ത് വെച്ച ആ ഭാഗത്തിലേക്ക് പോകാം. ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ പറയാം. നല്ല റേഞ്ചിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇതിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു ചോദ്യം ഫോഴ്സ് ലെവൽ പരീക്ഷകൾക്ക് ഹിസ്റ്ററിയിൽ നിന്ന് വന്നിട്ടില്ല. ഒന്നുകിൽ ഏറ്റവും സിമ്പിൾ ചോദ്യങ്ങൾ, അല്ലെങ്കിൽ നാട്ടുകൂട്ട് ഇളക്കുമ്പോൾ 2022 CPക്ക് ചോദിച്ച പോലത്തെ ചോദ്യം വരും. വേൽ തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഞാൻ ഉൾപ്പെടെ തെറ്റിച്ച ഒരു ചോദ്യമാണത്. അപ്പോൾ അത് പിന്നെ ഒന്നുകിൽ അത്രയും ലെവൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൻലി ഇവിടെ ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ ഞാൻ കുറച്ച് സാധനങ്ങൾ അടിവരയിട്ട് പറഞ്ഞുതരാം, അത് ഒന്ന് നോക്കി വെച്ചിരിക്കുക. നിങ്ങൾക്കിതാ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊന്ന് പഠിച്ചു വെച്ചിരിക്കാം. ഇത് പ്രീവിയസ് ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നെങ്കിൽ അങ്ങനെ. യൂറോപ്യന്മാരെ വരവ്, അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കാം. അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സെറ്റപ്പ് നോക്കാമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യുക, അത് നോക്കുക. പിന്നെ മെയിൻലി സാമൂഹ്യ മത നവോത്ഥാന പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിക്കുക, അത് നോക്കാം. പിന്നെ മെയിൻലി ഐക്യ കേരള പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റ്, അത് നമുക്കൊന്ന് പഠിക്കാം. എന്ത് ചെയ്യുക, ഇത് ഇത്രയും സാധനങ്ങളൊന്ന് പഠിക്കാം. അല്ലാതെ നമുക്ക് ഈ പിന്നെ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ, കലാപങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്, ഇതൊക്കെ നമുക്ക് പഠിക്കാം. പക്ഷേ എന്നാലും ഞാൻ ഇത്രയും നിങ്ങളോട് പറയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെയും PYQൻ്റെ സഹായം ആശ്രയിക്കുക. നന്നായിട്ട് ഞാൻ ചെയ്തൊരു കാര്യം, PYQ നല്ല വൃത്തിയായിട്ട് പഠിച്ചിട്ട് പോയി. PYQ വൃത്തിയായിട്ട് പഠിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങൾ പോലും അറിയാതെ ഒരു നോളജ് നിങ്ങൾക്കുണ്ടാവും. അതൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ മസ്റ്റായിട്ട് ഇവിടെ നിങ്ങൾ 1-ാം സ്വാതന്ത്ര്യ സമരം സ്കിപ്പ് ചെയ്യരുത്, INC നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്രിട്ടീഷ് ആധിപത്യ അഗെയിൻസ്റ്റ് കമ്പനി റൂളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. പിന്നെ മെയിൻലി എന്താണ്, നമ്മുടെ ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ വേണമെങ്കിൽ ഒന്ന് നോക്കിപ്പോവാം. പക്ഷേ നിങ്ങൾ ലോക ചരിത്രം വരുമ്പോഴത്തേക്കും നിങ്ങൾ ഈ വിപ്ലവങ്ങളെല്ലാം പഠിച്ചേ പറ്റും. എങ്ങനെ വേണോ ചോദിക്കാം. വിപ്ലവങ്ങൾ കുറച്ചേ ഉള്ളൂ, നിങ്ങൾക്ക് ഈ ലോക ചരിത്രം കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ നമ്മുടെ UNO ജസ്റ്റ് ഒന്ന് പഠിക്കാം, അതിൻ്റെ ബാക്കി അനുബന്ധ സംഘടനകൾ അത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ് ലോകമഹായുദ്ധം, അതൊക്കെ നിങ്ങൾക്കൊരു സിനിമ കാണുമ്പോൾ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത്രയും സാധനം. ഈ വേൾഡ് ഹിസ്റ്ററി ജസ്റ്റ് ഒന്ന് പ്രാധാന്യം കൊടുത്തോളൂ. ഇനി നമ്മൾ ജോഗ്രഫിയിലോട്ട് വരുമ്പോൾ, ജോഗ്രഫിയിൽ നിങ്ങൾക്ക് ഇതാണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇവിടെയും ഈ പറഞ്ഞ 2022 തൊട്ട് 24 നമ്മൾ അടിസ്ഥാനമായൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത്, നമ്മുടെ അടിസ്ഥാനപരമായൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്, PSCയുടെ PQ തന്നെയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക, 2022 24 ഇതെല്ലാം കൂടെ കാണാൻ പഠിക്കണമെന്നല്ല പറയുന്നത്, ജസ്റ്റ് ഫോക്കസ് ഏരിയ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. എന്നാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു സംഭവത്തിന് പ്രയോറിറ്റി കൊടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതലായിട്ട് ഇവിടെ നിങ്ങൾ പഠിക്കാനായിട്ട് ഈ മാപ്സിൻ്റെ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ വിദൂര സംവേദനമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ പാറകൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കണം. ഭൂമിയുടെ ഘടന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തരീക്ഷ മർദ്ദവും കാറ്റും ചോദിക്കാറുണ്ട്. ഈ ഒരു കാര്യങ്ങൾ ഇത്രയുമെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചിട്ട് പോവുക. പിന്നെ മെയിൻലി മാപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ ഈ ആഗോള പ്രശ്നങ്ങൾ, ആഗോള ഗ്ലോബൽ വാർമിംഗ് പോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇന്ത്യ നോക്കിയോ, ഉപദ്വീപീയ പീഠഭൂമിയുണ്ട്, ഉത്തരപർവ്വത മേഖല നമുക്ക് പഠിക്കണം, നദീ സമ്പ്രദായം നമുക്ക് പഠിക്കണം, ഉത്തരമഹാസമതലം നമുക്ക് പഠിക്കണം. പിന്നെ ഈ ഗതാഗതങ്ങൾ ഇപ്പം അങ്ങനെ ചോദിച്ച് കാണാറില്ല, പക്ഷേ സ്വാഭാവിക സസ്യ പ്രകൃതി എന്ന് പറയുന്ന ടോപ്പിക്ക് നമുക്ക് കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കും കേരളം വരുമ്പോഴത്തേക്കും കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം, വന്യജീവി നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ കേരളത്തിലെ ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ നോക്കി വെക്കുക. 2011 സെൻസസ് പഠിച്ചിട്ട് പോവുക. പിന്നെ നദികളുമായിട്ട് ബന്ധപ്പെട്ട് 100 കിലോമീറ്റർ കൂടുതലുള്ള നദികൾ ഏതൊക്കെയാണ് അറിഞ്ഞു വെച്ചിരിക്കുക. പിന്നെ നമ്മുടെ കൃഷി ഗവേഷണ സ്ഥാപനങ്ങൾ വെറുതെ ഒന്ന് നോക്കി വെച്ചിരിക്കുക, ചിലപ്പോൾ ചോദിക്കാം. ഇത്രയും സാധനങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. കാരണം നമ്മൾ ഇവിടെ സെലക്റ്റീവായേ പറ്റൂ. നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ജോഗ്രഫി ഹിസ്റ്ററിയൊക്കെ നമ്മൾ കുറച്ച് സെലക്റ്റീവായേ പറ്റൂ. കാരണം നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം 14 മാർക്കിന് നിങ്ങൾ ബാലികേറ മലയാണ് പഠിക്കേണ്ടത്. ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, മനസ്സിലായില്ലേ? അതൊരു PQൻ്റെ സഹായത്തോടെ സ്ട്രക്ചേർഡായിട്ട് പോകുമ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്കുകൾ നമ്മുടെ എക്കണോമിക്സ്, പിന്നെ
കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണ സംവിധാനം, പിന്നെ നമ്മുടെ ഏതാണ് നമ്മുടെ ബയോളജി, ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് സിലബസ് വെച്ച് സ്ട്രക്ചേർഡ് ആയിട്ട് തന്നെ പഠിക്കാം. നിങ്ങൾക്ക് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇനിയാണ് നമ്മുടെ ഒരു സ്റ്റാർ ഐറ്റം നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഈ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം പ്യുവർ PQ പഠിച്ചാൽ മതി. പ്യുവറായിട്ട് PQ പഠിക്കുക. മാത്സിന് ഡെയിലി നിങ്ങൾ 1 മണിക്കൂറോ, ഇനി മാത്സ് അറിഞ്ഞുകൂടാത്ത ആൾക്കാർ 1 മണിക്കൂറിൽ കൂടുതലോ നിങ്ങൾ എന്ത് ചെയ്യുക, മാത്സിന് വേണ്ടി ടൈം കണ്ടെത്തിയേ പറ്റൂ. അതും മാത്സ് പഠിക്കാൻ ഏറ്റവും പറ്റിയ സമയം രാവിലെയാണ്. നിങ്ങൾ രാവിലെ എണീറ്റിരുന്ന് നല്ല ആ PQ ഒക്കെ എടുത്ത് വെച്ചിട്ട് നല്ല 2-3 ചോദ്യങ്ങളൊക്കെ ഒന്നെടുത്ത് വെറുതെ ഒന്ന് പഠിച്ച് ചോദിക്കണം. നിങ്ങൾക്ക് തലയിരിക്കും. അത് കൃത്യമായ ഇടവേള റിവിഷൻ വേണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതും കൂടെ ഒന്ന് നോക്കിക്കുക. ഇംഗ്ലീഷ്, മാത്സ്, മലയാളം PQ. ഞാൻ PQ പഠിച്ചിട്ടുള്ളൂ. PQ പഠിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് റൂളുകളും കാര്യങ്ങളും കിട്ടിയെന്നില്ല. പക്ഷേ നിങ്ങൾ ഒരുപാട് PQ കാണുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ റൂൾ രജിസ്റ്റർ ആവും. നിങ്ങൾ ആ റൂൾ അറിഞ്ഞുകൂടെങ്കിൽ പോലും നിങ്ങൾ കണ്ട് നിങ്ങളുടെ മൈൻഡിൽ രജിസ്റ്റർ ആകുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് റൂള് വെച്ച് പഠിക്കാനായിട്ട് സാധിക്കും. എന്നാലും നിങ്ങൾക്ക് ബേസ് ഇല്ലാത്ത ആൾക്കാർ എന്ത് ചെയ്യുക, റൂൾ വെച്ച് പോവുക. പിന്നെ വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറേ പഠിക്കാനുണ്ട്. അതും കൂടെ എന്ത് ചെയ്യുക, PQവിൻ്റെ ബേസിൽ തന്നെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് പഠിച്ചോ. മലയാളം PQ നിങ്ങൾ 2022 തൊട്ട് 2024 വരെയുള്ള എല്ലാ പരീക്ഷയും നിങ്ങൾക്ക് പഠിക്കാം. ഡിഗ്രി ലെവൽ പരീക്ഷയിലെ ചോദ്യങ്ങൾ പോലും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. അത്രയും വരെ നിങ്ങൾ മാക്സിമം പഠിച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്, പഠിച്ച് മൈൻഡിൽ സെറ്റ് ചെയ്യുക. ഓക്കെ, ഇനിയാണ് നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്ക് മേഖല വരുന്നത്. ഇതുവരെ ഒരു ചോദ്യം പോലും വന്നിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ഇതുവരെ ഒരു ചോദ്യം പോലും വന്നിട്ടില്ല എന്ന് പറയുന്ന പക്ഷേ നമുക്ക് ചില ഇപ്പം നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ക്ലാസ്സുകൾ നമ്മുടെ ആപ്പിൽ എടുത്തിട്ടുണ്ട്. പക്ഷേ ആപ്പിൽ എടുത്തിടുമ്പം നമുക്ക് ചില ചോദ്യങ്ങൾ, നമുക്ക് ചില സെക്ഷൻസ് കാണുമ്പം ചോദിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന കുറേ സാധനങ്ങൾ. ഇതൊക്കെ എന്താണെന്ന് അറിയാമോ, ഇതൊക്കെ ഇതിൻ്റെ ജനറൽ എക്സെപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത്രയും സാധനങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ അറിയാം, ഡെഫിനിഷൻസും ജനറൽ എക്സെപ്ഷൻസും ഒരുമിച്ചാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ എന്താണ് കുട്ടി, പിന്നെ എന്താണ് ഡോക്യുമെൻറ്റ്സ്, പവർ ഓഫ് അറ്റോർണിയുടെ ഡോക്യുമെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഇതെല്ലാം എന്ത് ചെയ്യണം, ഈ ഒരു സാധനങ്ങൾ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ആ ഒരു ഡെഫിനിഷൻസ് വളരെ എളുപ്പമാണ് പഠിക്കാനായിട്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഈ സാധനങ്ങൾ വിട്ടുപോകരുത്, പഠിച്ചു വെച്ചിരിക്കുക. പക്ഷേ ഞാൻ പറയും, നിങ്ങൾ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കുമ്പം നിങ്ങൾ ആദ്യം പഠിക്കേണ്ട BNS ഒന്നുമല്ല. ഇതൊന്നുമല്ല നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത്. നിങ്ങൾ ആദ്യം പഠിക്കണേ ഞാൻ പറഞ്ഞത്. കാരണം ഇതൊക്കെ അത്യാവശ്യം നല്ല വലുതാണ്. BNSS ഒക്കെ ഒരുപാടുണ്ട്. നിങ്ങൾ ആദ്യം പഠിച്ചു തീർക്കേണ്ട കേരള പോലീസ് ആക്റ്റാണ്. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ കൊടുക്കേണ്ട കേരള പോലീസ് ആക്റ്റാണ്. കാരണം 3 മാർക്കിൻ്റെ ടോപ്പിക്ക് എന്ന് പറയുമ്പോൾ ഇത്രയും സെക്ഷൻസ് ഉണ്ടോ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഫസ്റ്റ് പ്രിഫറൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, കേരള പോലീസ് ആക്ടിന് കൊടുക്കുക. 3 മാർക്കിൻ്റെ ടോപ്പിക്കാണ്. പഠിച്ചാൽ തീർന്നിരിക്കും, കയ്യിലിരിക്കും, ഈ മാർക്ക് ഉറപ്പിച്ച് പറയാം. പിന്നെ നിങ്ങൾ അടുത്ത ടോപ്പിക്ക് എവിടെ കൊടുക്കുക, അടുത്ത ഇമ്പോർട്ടൻസ് നിങ്ങൾ IT ആക്ടിന് കൊടുക്കുക. IT ആക്ട് ഇപ്പം നമുക്ക് ഇവിടെ നോക്കാം. പുതിയൊരു സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ കേസുകൾ അന്വേഷിക്കാനുള്ള അധികാര മാർക്കെന്നാണ്. അത് ഒരു ഇൻസ്പെക്ടർ റാങ്കിലുള്ള ഉദ്യോഗസ്ഥന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു കാര്യം അന്വേഷിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് കൈയിരിക്കും. ഇത്രയും മാത്രം നിങ്ങൾ പഠിച്ചാൽ എൻ്റെ പണിഷ്മെൻറ്റ് കൃത്യമായിട്ട് പഠിക്കാൻ മാറിപ്പോരുത്. അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ നമ്മൾ പറഞ്ഞാൽ RTI 2 മാർക്കിന് 4 സെക്ഷൻ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾക്ക് KP ആക്ട് ആദ്യം പഠിക്കുക, പിന്നെ IT ആക്ട് പഠിക്കുക, പിന്നെ നമ്മുടെ RTI പഠിക്കുക. അപ്പോൾ ഇത് ഇത്രയും എന്താണ്, നമുക്കിപ്പോൾ 7 മാർക്ക് ഇവിടെ തന്നെയായി. 7 മാർക്ക് ഇവിടെ തന്നെയായി. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. 7 മാർക്ക് നമുക്ക് ഇവിടെ തന്നെ ആയിട്ടുണ്ട്. ഓക്കെ, 7 മാർക്കായി. ഈ ഒരു സാധനം ഇത് വളരെ എളുപ്പമാണ്. കാരണം പലപ്പോഴും ഈ ഒരു സെക്ഷനാണ് പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഡെത്ത് പണിഷ്മെൻറ്റ് കിട്ടുന്ന ഏതിലാണെന്നുള്ളത് അത് പഠിക്കുക. 2 മാർക്ക് കിട്ടും. ഇതും ചെറിയൊരു ടോപ്പിക്കാണ്. 2 മാർക്ക്. പിന്നെ പോക്സോ, ഇവിടെ 2 മാർക്ക് കിട്ടും. ഇവിടെ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ശിക്ഷകൾ പഠിക്കുക. റിപ്പീറ്റഡ് ഒഫൻഡേഴ്സിന് കൊടുക്കുന്ന ശിക്ഷകളെ പറ്റി പഠിക്കുക. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗ്രീവിയസ് എന്തൊക്കെയാണ്, ഇതിൻ്റെ ഗ്രാവിറ്റി എന്താണെന്നുള്ളത് കൃത്യമായിട്ട് പഠിക്കുക. അതായത് ഈ പറഞ്ഞ പോലെ പെനിട്രേറ്റീവ് സെക്ഷൽ അസോൾട്ട് എന്ന് വെച്ചാൽ എന്താണ്, ഒരു കുട്ടിയെ ഇപ്പം ലൈംഗിക പരാമർശം ചെയ്താൽ മാത്രമേ അത് പോക്സോയിൽ വരുവുള്ളൂ, എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിക്കുക. കാരണം കുഴപ്പിച്ച് ചോദിക്കാം, സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ചോദിക്കാം. അപ്പോൾ ഈ കാര്യങ്ങൾ പഠിക്കുക. പിന്നെ മീഡിയയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു കുട്ടിക്കെതിരെ പരാതി കൊടുക്കുന്ന കുട്ടിയാണെങ്കിൽ ശിക്ഷയില്ല, മറ്റേ ആൾക്കാണെങ്കിൽ ശിക്ഷയുണ്ട്, ഇങ്ങനെയുള്ള ഡിഫറൻസ് പഠിക്കുക. പിന്നെ അബറ്റ്മെൻറ്റ്, ഓഫൻസ്, കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് പഠിക്കുക. ഇത് വ്യക്തമായിട്ട് നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. ഒരു ദിവസം നിങ്ങളൊരു 3 സെക്ഷൻ വെച്ച് പോയാൽ മതി. 3 സെക്ഷൻ വെച്ച് പഠിക്കുക. എല്ലാ ദിവസവും കൂടെ ഒറ്റ അടിക്കുന്നതെല്ലാം കൂടെ പഠിക്കണ്ട. സ്പെഷ്യൽ ടോപ്പിക്ക് അങ്ങനെ പഠിക്കുന്നത് നടക്കൂല. അത് നിങ്ങളൊന്ന് നോക്കി വെച്ചിരിക്കുക. അപ്പം പിന്നെ നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏതാണ്, നമ്മുടെ NDPS പഠിക്കുക. NDPS പിന്നെ കേരള പോലീസ് ആക്ട് നിങ്ങൾ ഒരുപാട് നോക്കണ്ട, അങ്ങനെയല്ല, ഇത്രയും ഉണ്ടെന്ന് നോക്കണ്ട. ഇത് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും, ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ പറ്റും കേരള പോലീസ് ആക്ട്. അപ്പോൾ ഇത്രയും ആയപ്പോൾ തന്നെ നിങ്ങൾക്ക് 3 ആയി. 2 ഏകദേശം എത്ര മാർക്കായി, 3 2 5 7 9 10 11 മാർക്കുള്ള ഇതിൽ തന്നെയായി. 11 അല്ല, അതിൽ കൂടുതൽ വായിക്കണം, നമുക്ക് നോക്കാം. പിന്നെ ഇത്രയും നോക്കിയോ,
ഇതാണ് നമ്മുടെ ഭാരതീയ സാക്ഷ്യ അധിനിയമം അല്ലെങ്കിൽ BS എവിഡൻസ് ആക്ടിന് പകരം വന്ന ഒരു സംഭവമാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ ഒരു ഇതിൻ്റെ പുറത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നോക്കിയോ, ഇതാണ് ഭാരതീയ സാക്ഷ്യ അധിനിയമം. ഇതിൽ എന്തൊക്കെ സാധനങ്ങളാണ് പഠിക്കാനുള്ളത്? നോക്കിയോ, ഇത്രയും വരുന്ന ഡെഫിനിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡെഫിനിഷൻസ് നമ്മൾ ഉറപ്പായിട്ടും പഠിക്കണം. അതിനൊരു ചോദ്യം വരാം. ഓക്കെ, നമുക്കിത് 2 മാർക്കിന് ഈ ടോപ്പിക്കുള്ളൂ. 2 മാർക്കിന് ഈ ടോപ്പിക്കുള്ളൂ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം 2 മാർക്കിന് നിങ്ങൾക്ക് ഇത്രയും പഠിക്കണം. എങ്ങനെ പഠിക്കും? ഇത് പലപ്പോഴും നമ്മൾ വായിച്ചാൽ മനസ്സിലാവാത്തൊരു പോർഷനാണ്. എവിഡൻസ് ആക്ടിൻ്റെ കാര്യം എടുത്താലും ശരി, ഇതിൻ്റെ കാര്യം എടുത്താലും ശരി. അപ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആക്കി പഠിക്കാം? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, നോക്കൂ, ഇവിടെ നമ്മൾ ഈ ഒരു സംഭവങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥനോട് ഇതിൻ്റെ ഇല്ലസ്ട്രേഷൻസ് കണ്ടെത്തി പഠിക്കുക. ഈ ഒരു സാധനത്തിന് ഇല്ലസ്ട്രേഷൻ നിങ്ങൾ വകുപ്പ് പഠിക്കാൻ നോക്കിയാൽ പ്രാന്ത് നൽകും. ഓർ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടെ വരുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ തെളിവ് കൈമാറുമ്പോഴോ മജിസ്ട്രേറ്റ് ഇല്ലാത്തപ്പോഴോ കുറേ ഓർ സാധനം പഠിക്കും. പക്ഷേ ഇല്ലസ്ട്രേഷൻസിൽ വ്യക്തമായിട്ട് പഠിക്കും. ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം. മരിച്ചുപോയ ഒരാളുടെ മൊഴി എപ്പോൾ പ്രസക്തമാകുന്നു ഒന്ന് ആലോചിച്ച് നോക്കൂ. എപ്പോഴാണ് പ്രസക്തമാകുന്നത്? അയാൾ ഇപ്പം ഉദാഹരണത്തിന് ഒരു അച്ഛൻ മരിച്ചുപോയി, മകൻ്റെ ജനന തീയതിയാണ് പ്രശ്നം. ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഈ പറയുന്ന അച്ഛൻ എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ സഹോദരൻ അയച്ച കത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഇന്ന് എനിക്കൊരു മകൻ ജനിച്ചു. ആ കത്തിൽ ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റാണ് ആ മകൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് പ്രസ്തുത തെളിവാണ്. മനസ്സിലായില്ലേ ആ സംഭവം? ഇനി വേറൊരു കാര്യം പറയാം. ഈ കുട്ടിയുടെ പ്രസവം നോക്കിയ ഡോക്ടർ അദ്ദേഹം മരിച്ചുപോയി. ഓക്കെ, അല്ലെങ്കിൽ അദ്ദേഹം അബ്സ്കോണ്ടിങ് ആണ്, അദ്ദേഹത്തിന് കാണാനില്ല. തെളിവ് എങ്ങനെ എടുക്കും? ഇയാൾ ജനിച്ചു എന്നുള്ള തെളിവ് എങ്ങനെ എടുക്കും? ഇയാൾ എന്നും ഇയാളുടെ ബിസിനസ് മുറിയിൽ സൂക്ഷിക്കുന്ന രേഖയിൽ ഈ കുട്ടി ജനിച്ചതായിട്ട് കാണപ്പെടുന്നു. ഇത് പഠിക്കണം. ഈ സാധനമാണ് നമുക്ക് ചോദിക്കുന്നത്. മനസ്സിലായില്ലേ? ഇല്ലസ്ട്രേഷൻസ് ആണ് ഇവിടെ പഠിക്കേണ്ടത്. ഇവിടെ മെയിനായിട്ട് ഇല്ലസ്ട്രേഷൻസ് നോക്കി പോവുക. പിന്നെ അടുത്തത് ഇത് നമ്മുടെ ഭാരതീയ സാക്ഷ്യ ഭാരതീയ നാഗരിക് സുരക്ഷ CRPCയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ സമൻസ് ഉണ്ട്. പിന്നെ 194 എന്താണ് ഇൻക്വസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മൊത്തം പഠിക്കുക. അത് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. പിന്നെ ഡയറിയിൽ പ്രൊസീജിയേഴ്സ് പിന്നെ വെക്കുന്ന കാര്യങ്ങൾ, പോലീസ് ഓഫീസർ എപ്പോൾ കൂടെ പോകണം, പോലീസ് ഓഫീസറിൻ്റെ ആക്ഷൻസ് എന്തൊക്കെയാണ്, അദ്ദേഹം എപ്പോഴാണ് അറസ്റ്റ് ചെയ്യേണ്ടത്, എപ്പോഴാണ് അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തത്, അറസ്റ്റ് ചെയ്യേണ്ട ചില സാഹചര്യങ്ങൾ, ഏത് ഉദ്യോഗസ്ഥനാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് പഠിക്കുക. ഇൻഫർമേഷൻസ് പഠിക്കുക. കൊഗ്നൈസബിൾ കേസുകൾ ഇൻഫർമേഷൻ എങ്ങനെയാണ്, നോൺ കൊഗ്നൈസബിൾ കേസ്, സാക്ഷി വിസ്താരം എങ്ങനെയാണ്, ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അധികാരങ്ങൾ എന്തൊക്കെയാണ്, അയാൾ ആ അധികാരം എപ്പോഴൊക്കെയാണ് വിനിയോഗിക്കേണ്ടത്, ആരാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ, സമൻസ് ആർക്ക് കൊടുക്കാം, സമൻസ് എപ്പോൾ കൊടുക്കാം, അറസ്റ്റ് എപ്പോൾ നടത്താം, പിന്നെ ഒരു സ്ത്രീയെ എങ്ങനെ അറസ്റ്റ് ചെയ്യാം, പിന്നെ വിചാരണ വേളയിൽ എന്താണ് അവരോട് ചോദിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അതൊക്കെ നമ്മുടെ ശരിക്കും ദ മാഗ്നാ കാർട്ട ഓഫ് എ പോലീസ്മാൻ എന്ന് പറയുന്നത് നമ്മുടെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയാണ്. അതിലൊരു ഡൗട്ടും ഇല്ല. പിന്നെ സെർച്ചുമായിട്ട് ബന്ധപ്പെട്ട് സെർച്ച് വാറണ്ട് എപ്പോഴാണ് ചെയ്യേണ്ടത്, സെർച്ച് ചെയ്യേണ്ട സാഹചര്യം എന്തൊക്കെയാണ്. കേരള പോലീസ് ആക്ട് പറയുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥന് സംശയം തോന്നുന്നു, പക്ഷേ എവിടെയും കയറി പരിശോധിക്കാൻ സാധിക്കും. പക്ഷേ അവിടെ കഴിവതും ആ ഒരു വ്യക്തിയുടെ ഏത് വ്യക്തിയാണോ അതിൻ്റെ ഉടമസ്ഥൻ അയാളുടെ സമ്മതം വാങ്ങാൻ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് പിന്നെ ട്രാങ്ക്വിലിറ്റി, പബ്ലിക് ഓർഡർ നിലനിർത്തേണ്ടത് എങ്ങനെയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ കൂട്ടം കൂടി നിൽക്കുന്ന ആൾക്കാരെ ഓടിച്ചു വിടേണ്ടതായ സാഹചര്യം വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന് എപ്പോൾ ബലം പ്രയോഗിക്കാം, ഏതൊക്കെ സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെ ബലം പ്രയോഗിക്കാം, ചില ബലപ്രയോഗങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നത് എപ്പോൾ, ഇതെല്ലാം പഠിച്ചിരിക്കണം. കൃത്യമായ രീതിയിൽ പറഞ്ഞു ഇതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, ജാമ്യത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. അറസ്റ്റ് ചെയ്യുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ എങ്ങനെ കാണപ്പെടണം എന്ന് പറയുന്നുണ്ട്. ഒക്കെ ആണല്ലോ. പിന്നെ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് എത്തരത്തിലാണ്, ഹെൽത്തി അറസ്റ്റ് എന്ന് പറയുന്നൊരു സാധനം പഠിക്കാനുണ്ട്, അത് പഠിക്കണം. 0 FIR പഠിക്കണം മസ്റ്റായിട്ട്. ഇപ്പം നമ്മുടെ WCPI പോലും ചോദിച്ച ചോദ്യമാണ്, കഴിഞ്ഞ WCPI ചോദിച്ച ചോദ്യമാണ്. അപ്പോൾ അതൊക്കെ പഠിക്കുക. സമൻസിൻ്റെ ഫോം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യങ്ങൾ പഠിക്കുക, അതിൻ്റെ സംഭവങ്ങൾ പഠിക്കുക. മഹസർ റിപ്പോർട്ട് എന്താണെന്ന് പഠിക്കുക, മഹസർ എങ്ങനെ എഴുതും, ഇൻക്വസ്റ്റ് എങ്ങനെ തയ്യാറാക്കും, അതൊക്കെ പഠിക്കണം. കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഇതിന് വേണ്ടി ഇരുന്നാലേ ഈ സാധനം കിട്ടൂ, ഉള്ള കാര്യം പറയാം. പിന്നെ സുപ്പീരിയർ ഓഫീസേഴ്സിൻ്റെ പവറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുക. പിന്നെ ഇത് കണ്ടോ, ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് എന്താണെന്ന് പഠിക്കുക. ഇവിടെയും ഡെഫിനിഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. വാറണ്ട് കേസ് എന്ത്, സമൻസ് കേസ് എന്ത്, പിന്നെ വിക്ടിം എന്ന് വെച്ചാൽ ആരെയാണ് നമ്മൾ ഇരകൾ എന്ന് പറയുന്നത്, അവരുടെ കാര്യങ്ങളെല്ലാം പഠിക്കണം. ഇത് പഠിക്കണം കൃത്യമായിട്ട്.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോവുക. പിന്നെ BNS-ഉമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഒരുപാട് സെക്ഷൻസ് പഠിക്കാനുണ്ട്. നിങ്ങളിവിടെ നോക്കുമ്പോൾ അറിയാം. ഇത് ഇത്രയും സാധനങ്ങൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. SIക്കും CPIക്കും ഒരേപോലെയാണ് BNS BNSS ഒക്കെ ഏകദേശം വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഒഫൻസസ് അഗൈൻസ്റ്റ് വുമണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എപ്പോഴാണ് സ്റ്റോക്കിംഗ് ആവുന്നത്, സ്റ്റോക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പഠിക്കുക, എപ്പോൾ സ്റ്റോക്കിംഗ് ആവില്ല എന്ന് പഠിക്കുക. പിന്നെ എപ്പോഴാണ് ഡിസ്റോബിങ് നിങ്ങൾക്കറിയാം. ഈ പറയുന്ന പോലെ ഒരു സ്ത്രീയെ വിവസ്ത്രയാക്കുന്നതായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് പഠിക്കുക. ഡൗറി ഡെത്ത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. മോക്ക് മാരേജ് ബൈഗമി പഠിച്ചിരിക്കണം. പിന്നെ ഇതിൽ 69 എന്ന് പറയുന്നൊരു സെക്ഷൻ്റെ വിവാദമായൊരു സെക്ഷനാണ്. അതായത് വിവാഹ വാഗ്ദാനം നൽകിയ ഒരു പെൺകുട്ടിയെ നമ്മൾ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി കഴിഞ്ഞാൽ ആ പെൺകുട്ടി അത്തരത്തിലൊരാൾക്ക് 10 വർഷത്തോളം ആകാവുന്ന കാലത്തിലേക്ക് രണ്ടിലെങ്കിലും തരത്തിൽപ്പെട്ട തടവ് ശിക്ഷയും കൂടാതെ പിഴശിക്ഷ നൽകി ശിക്ഷിക്കപ്പെടുന്നതാണെന്നുള്ള കാര്യമാണ് അവിടെ നിങ്ങൾ അവിടെ ആ സെക്ഷൻ പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ മിസ്കാരേജുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാതെ പഠിക്കുക. പിന്നെ കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ പഠിക്കുക. അതിൻ്റെ പീനൽ സെക്ഷനും മർഡറിൻ്റെ പീനൽ സെക്ഷനും പഠിക്കുക. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ നമ്മുടെ ഡെഫിനിഷൻ സെക്ഷൻസും പഠിക്കുക. പിന്നെ ഹേർട്ട്, ഗ്രീവിയസ് ഹേർട്ട്, വോളണ്ടറിലി കോസിങ് ഗ്രീവിയസ് ഹേർട്ട്, പിന്നെ തടഞ്ഞു വെക്കൽ, തടസ്സപ്പെടുത്തൽ, അന്യായമായ തടസ്സപ്പെടുത്തൽ, പിന്നെ ഈ അപകട മരണം എങ്ങനെ ഉണ്ടാകുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ വധശ്രമം, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് മർഡർ, അറ്റംപ്റ്റ് ടു കമ്മിറ്റ് കൾപ്പബിൾ ഹോമിസൈഡ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് പഠിക്കുക. വാട്ട് ഈസ് ടെററിസ്റ്റ് ആക്ട്, വാട്ട് ഈസ് ഓർഗനൈസ്ഡ് ക്രൈം എന്നുള്ള കാര്യം പഠിക്കുക. എന്താണ് ആൾക്കൂട്ട കൊലപാതകം എന്നുള്ള കാര്യം പഠിക്കുക. അതെങ്ങനെയാണ് വരുന്നത്. എസ്പെഷ്യലി മർഡർ പഠിക്കുമ്പോഴത്തേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് പഠിച്ചു പോകും. ഇതെല്ലാം നിങ്ങൾ ഇല്ലസ്ട്രേഷൻ വെച്ച് പഠിച്ചാലേ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്താണ് റോങ്ഫുൾ കൺസൈൻമെൻറ്റ്, റോങ്ഫുൾ റിസ്ട്രൈൻമെൻറ്റ്, ക്രിമിനൽ ഫോഴ്സ് എന്ന് അസോൾട്ട് എന്താണെന്ന് പഠിക്കുക. മെൻ്റൽ അസോൾട്ട്, ഫിസിക്കൽ അസോൾട്ട് ആൻഡ് വെർബൽ അസോൾട്ട് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ ട്രാഫിക്കിംഗ് എ പേഴ്സൺ, ഹാബിച്വൽ ഒഫൻഡേഴ്സ് ആരൊക്കെയാണെന്ന് പഠിക്കുക. ഹാബിച്വൽ ഒഫൻഡേഴ്സിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊരു അവബോധം ഉണ്ടാക്കി വെക്കുക. ഇതിൽ നിങ്ങൾ BNS പിന്നെ BNSS നിങ്ങൾ ഏകദേശം മറ്റ് പോർഷൻസ് പഠിച്ചൊതുക്കിയതിന് ശേഷം പഠിക്കുക. കാരണം അങ്ങനെ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഒരുപാട് പഠിക്കാനുണ്ട്. ഒരുപാട് പഠിക്കേണ്ട വലിയ നിയമമാണ്. ഇത് നീണ്ടു നിവർന്ന് കിടപ്പുണ്ട്. പഴയ നിങ്ങൾ CRPC IPC പഠിച്ച പോലെ അല്ല. അതുകൊണ്ട് ഇതിന് മാക്സിമം സമയം കൊടുക്കുക. മിനിമം ഡെയിലി ഒരു 5 സെക്ഷൻസ് എങ്കിലും വെച്ച് 2ന്റെ ഭാഗം പഠിച്ചു പോകുക. ഞാൻ എങ്ങനെ ഏതൊക്കെ മേഖലകളിൽ പ്രാധാന്യം കൊടുക്കണമെന്നാണ് ജസ്റ്റ് പറഞ്ഞു തന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സിലബസുമായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് ബന്ധപ്പെട്ട് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഈ സ്പെഷ്യൽ ടോപ്പിക്കിലാണെങ്കിൽ പോലും IPC CRPC എവിഡൻസ് ആക്ട് എഴുതുന്ന അവസാനത്തെ പരീക്ഷയാണ് ഞാൻ എഴുതിയത്. അപ്പോൾ ആ പരീക്ഷയിൽ എങ്ങനെയൊക്കെയാണ് പഠിച്ചെന്നുള്ള കാര്യങ്ങൾ ഇത്രയും നേരം പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മൈൻഡിലുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളിപ്പോൾ CPOയ്ക്കും WCPയ്ക്കും വേണ്ടി മാത്രം ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ച് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഒരുപാട് ആൾക്കാർ നമ്മൾ ആ പാഠഭാഗത്തിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മാത്രം കോഴ്സ് ഉണ്ടോയെന്ന് ഒരുപാട് വീഡിയോകൾ നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ട്. നമ്മൾ പേഴ്സണലി നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് CPO WCPO പരീക്ഷകൾക്കായിട്ട് നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക്ക് ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫീസായിട്ട് വെറും 899 രൂപ മാത്രമേ ഇതിൽ ഫീസായിട്ട് വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. നമ്മുടെ ആപ്പിൽ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ് പുതിയ സിലബസ് പ്രകാരം കറക്റ്റ് ബെയർ ആക്ട് വെച്ചുള്ള സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഒരു ഹെൽപ്പ് വെച്ച് നിങ്ങൾ പഠിക്കണം എന്നാണ് പറയാനുള്ളത്. കാരണം BNS BNSS BSA പുതിയ നിയമങ്ങളാണ്. അത് മാക്സിമം ടൈം എടുത്ത് വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് ക്ലാസ്സുകൾ നിങ്ങൾക്കായിട്ട് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. വളരെ മെൻറ്റർഷിപ്പോട് കൂടി, ടെസ്റ്റുകളോടുകൂടി, കൃത്യമായ നോട്ടുകളോടുകൂടി, കൃത്യമായ ടെസ്റ്റുകളോടുകൂടി നിങ്ങൾക്ക് നമ്മളോടൊക്കെ നേരിട്ട് സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കൃത്യമായിട്ട് ചോദിച്ചാൽ അതിന് പരിഹാരം ഉണ്ടാവും. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുണ്ട്. ടെലഗ്രാം ഗ്രൂപ്പിൽ ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. അവിടെ ഇതിനെ പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വളരെ ലൈവായിട്ട് നടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കൃത്യമായിട്ട് നോക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ കാര്യമാണ് പറഞ്ഞെങ്കിൽ ഇപ്പോൾ നമ്മൾ കോഡ് യൂണിഫോം 2025 എന്ന് പറയുന്നൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സമഗ്രമായി എല്ലാ ഫോഴ്സ് ലെവൽ +2 ലെവൽ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ബാച്ചാണിത്. ഇവിടെ നമ്മൾ സമഗ്രമായി PQ ക്വസ്റ്റ്യൻസ് ആയാലും അത് അനലൈസ് കൃത്യമായിട്ട് നടത്തുന്നുണ്ട്. കൃത്യമായ രീതിയിൽ സിലബസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മുമ്പ് തീർത്ത് തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് സ്പെഷ്യൽ ടോപ്പിക് ഇൻക്ലൂഡഡ് ആണ്. CPO മാത്രമല്ല, ഇവിടെ പറഞ്ഞ് ശ്രദ്ധിക്കുക, CPO മാത്രമല്ല WCPO നമ്മുടെ എക്സൈസ്, ഫയർമാൻ, ബീറ്റ്, IRB എന്തൊക്കെ ഫോഴ്സ് പരീക്ഷ നിങ്ങൾക്ക് കിട്ടുമോ അതിൻ്റെ എല്ലാത്തിൻ്റെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ ജനറൽ ടോപ്പിക് ഉൾപ്പെടെ ടെസ്റ്റുകൾ, വീക്ക്ലി ടെസ്റ്റ്, ഡെയിലി, മന്ത്ലി
മന്ത്ലി എല്ലാ ടെസ്റ്റുകൾ ഉൾപ്പെടുന്ന ഒരു കോഴ്സാണ് കോഡ് യൂണിഫോം 2025. ഈ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. 3299 രൂപയാണ് നിങ്ങൾക്ക് ഈ കോഴ്സിന് റേറ്റ് ആയിട്ട് വരുന്നത്. ഇതിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ ടോപ്പിക് എല്ലാത്തിൻ്റെയും നിങ്ങൾ ഓരോ കോഴ്സിന് വേണ്ടി ഓരോ പരീക്ഷ എഴുതാനായിട്ട് ഓരോ കോഴ്സ് എന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരൊറ്റ കോഴ്സിൽ എല്ലാം നിങ്ങൾ പഠിക്കും. കൃത്യമായ കറണ്ട് അഫയേഴ്സ് എല്ലാം ഉണ്ടാകും. നിങ്ങൾക്ക് അമൽ സാറുമായിട്ട് സംസാരിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കുണ്ട്. അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ എല്ലാവരുടെ കയ്യിലുണ്ട്. അദ്ദേഹത്തിനോട് സംസാരിക്കാവുന്നതാണ്. ഞങ്ങളോടെല്ലാം സംസാരിക്കാം. ഞങ്ങൾ തന്നെ നിങ്ങളോട് വിളിച്ച് സംസാരിക്കാം. നിങ്ങൾക്ക് പഠിപ്പിക്കുന്ന അധ്യാപകനോടൊരു ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് നേരിട്ടുണ്ടാവും. നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം. പഠന സംബന്ധമായ ഏത് കാര്യങ്ങൾക്കും ഞങ്ങൾ ഏത് നിമിഷവും നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാവുന്നതാണെന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നിർത്താൻ പോവുകയാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഇത്രയും നേരം ഏകദേശം വലിയൊരു വീഡിയോയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അനാലിസിസ് ചെയ്തിട്ട് മാത്രമേ എനിക്കിത് നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഒരു ഡീപ്പ് അനാലിസിസ് is necessary in here, so that's why I made this video. Hope you understand, hope you like it, and നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്നും കൂടെ ഞാൻ വിശ്വസിക്കുകയാണ്. ഹോപ്പ് ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. ആൻഡ് നന്നായിട്ട് പഠിക്കുക. നല്ലൊരു പഠനകാലം നേരുന്നു. നിങ്ങൾക്കൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വപ്നം, ആ യൂണിഫോം, ലെറ്റ് ഇറ്റ് ഫിറ്റ് ഇൻ യു. ഓക്കെ, അത് നിങ്ങളിലേക്ക് തന്നെ വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. നമ്മൾ ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോ ആയിട്ട് വരും. നിങ്ങൾ കൃത്യമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, വരുന്ന വീഡിയോകളെല്ലാം കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകൾ ഇനിയും വേണമോ, എന്തൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതെല്ലാം പറയുമ്പോൾ നമ്മൾ ആ പ്രിഫറൻസ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ തരുന്നതായിരിക്കും. കോഴ്സിലേക്ക് ജോയിൻ ചെയ്യേണ്ടവർക്ക് എത്രയും പെട്ടെന്ന് കോഴ്സിലേക്ക് വരിക. അപ്പം നമുക്ക് ബാക്കി കോഴ്സിൽ കാണാം. ഇനിയും വീഡിയോകളായിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പഠനകാലം ആശംസിക്കുന്നു. ഓക്കെ, ബൈ, ടേക്ക് കെയർ.